നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോന്നി വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന്. മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. ചടങ്ങുകൾ പൂങ്കാവ് സെയിന്റ് മേരീസ് മലങ്കര സുറിയാനി കാത്തോലിക്ക പള്ളിയിൽ. 4 പേരുടെ ജീവൻ നഷ്ടമായത് ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. പ്രതികളെ ചോദ്യം ചെയ്യാതെ അന്വേഷണ സംഘം സർക്കാരിനെ വെട്ടിലാക്കി. വീണ്ടും ചോദ്യപ്രവചനവുമായി വിവാദ യൂട്യൂബ് ചാനൽ. എക്സാലോജിക് CMRL ഇടപാടിൽ SFIO നൽകിയ റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്ന സത്യവാങ്മൂലം. CMRLനെതിരായ ഗുരുതര പരാമർശങ്ങളിൽ NIA അന്വേഷണത്തിന് സാധ്യത. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ 3ാം ബലിദാന ദിനം ഇന്ന്. SDPI ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത് 2021 ഡിസംബർ 19-ന്. കേസിലെ 15 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. കാര്യവട്ടം ക്യാമ്പസിൽ SFI ഗുണ്ടായിസം. ക്യാമ്പസിലെ വേദാന്ത പഠന കേന്ദ്രം അടിച്ചു തകർത്തു. സംസ്കൃതം സെമിനാറിൽ ഗവർണറെ പങ്കെടുപ്പിച്ചതിന്റെ പ്രതികാരമെന്ന് സംശയം. സെമിനാർ സംഘടിപ്പിച്ച അധ്യാപികയുടെ നെയിം ബോർഡും അക്രമികൾ തകർത്തു. ജനം ബ്രേക്കിംഗ്. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ കിരീടം ചൂടി റയൽ മാഡ്രിഡ്. മെക്സിക്കൻ ക്ലബ് പച്ചുക്കയെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. വലകുലുക്കിയത് എംബാപ്പയും റോഡ്രിഗോയും വിനീഷ്യസും. അത്ര നല്ലതല്ലാത്ത ചില ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കേണ്ടി വരുന്ന ഒരു പുലരിയാണ് ഇന്ന്. പക്ഷെ നമുക്ക് എല്ലാം മറികടക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയോടെ തുടങ്ങാം. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമലയിൽ പുണ്യദർശനത്തിനായുള്ള നീണ്ട ക്യൂ ഇന്നും തുടരുന്നു. മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്പോട്ട് ബുക്കിംഗിൽ വലിയ വർധനയാണുള്ളത്. ഭക്തരെ ചെറു സംഘങ്ങളായി കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നത്. 80,000-ഓളം ഭക്തർ ഇന്നലെയും ശബരിമലയിലെത്തി. അതേസമയം പരമ്പരാഗത കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർ എൻട്രി പാസുമായി എത്തി സുഗമമായ ദർശനം നടത്തുന്നുണ്ട്. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, ഇന്ന് സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ എന്താണ്? സ്വാമി ശരണം, ഇന്നും വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെയും പുലർച്ചെയുമായി ഒക്കെ എത്തിയ ഭക്തജനങ്ങളാണ് ഇപ്പോൾ സോപാനത്തിനരികേക്ക് എത്തി ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയൊരു സംഖ്യ, അതായത് 85,000-ഓളം പേരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണി വരെയൊക്കെ 20,000-ത്തിലധികം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഓരോ ദിവസത്തെയും കണക്ക് വലിയ തരത്തിൽ തന്നെയാണ് ഈ മണ്ഡലകാലത്ത് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയന്ത്രണങ്ങളും ഘട്ടം ഘട്ടമായാണ് ഓരോ ഭക്തരെയും ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ തന്നെ ഓരോരുത്തരും ഈ ദർശനത്തിനായി ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മേൽപ്പാലത്തിലൂടെ സോപാനത്തിനരികേക്ക് ഇറങ്ങി വരുന്ന അയ്യപ്പന്മാരാണ്. അതുപോലെ തന്നെയാണ് ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർ
കഴിഞ്ഞ ദിവസമൊക്കെ അവർക്ക് പ്രത്യേക പാസ് നൽകിയിരുന്നു. അവർ ആ പാസുമായി രാവിലെ അവിടെ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നവരുണ്ട്. അവർ ഇവിടെ എത്തിയ ശേഷം ആ പാസ് നൽകി സുഗമമായ ദർശനവും നടത്തുന്നുണ്ട്. എന്തായാലും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇനി മണ്ഡല പൂജയ്ക്കായി കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു സമയത്ത് തന്നെയാണ് വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മരക്കൂട്ടം വരെയൊക്കെ തന്നെയാണ് ഈ ക്യൂ നീണ്ടത്. 6-7 മണിക്കൂർ ഭക്തർ അങ്ങനെ ഈ 18-ാം പടിക്ക് താഴെ ക്യൂ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഈ സ്പോട്ട് ബുക്കിങ്ങിലെ വർധനമാണ് അങ്ങനൊരു തിരക്കിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അതായത് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ സ്ലോട്ട് കിട്ടാത്തവരൊക്കെ തന്നെയും സ്പോട്ട് ബുക്കിങ്ങിലാണ് വന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അതായത് 10,000-ത്തിലധികം വർധനവ് ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ്. ഓരോ വർഷവും അത് തന്നെ മണ്ഡലകാലത്തൊക്കെ വലിയ വർധനവ് ഉണ്ടാകുന്നു ഈ ഭക്തജനങ്ങളുടെ സംഖ്യയിൽ. അതോടൊപ്പം തന്നെ വരുമാനത്തിലും വലിയ വർധനവുണ്ടായിരുന്നു. എന്തായാലും ഓരോ അയ്യപ്പന്മാരും അങ്ങനെ ആ പടിയിറങ്ങി അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. ആ കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാവരും ഒരേ മനസ്സോടെ അങ്ങനെ അയ്യപ്പൻ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നിയന്ത്രണങ്ങളിൽ കൃത്യമായും നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ആംബുലൻസ് വരുമ്പോഴും അല്ലാതെ മറ്റ് അടിയന്തര ഘട്ടങ്ങളിലുമൊക്കെ ഈ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത വിധത്തിലേക്ക് കടന്നിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം തുടർന്നിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ കൃത്യമായുള്ള നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്തർ ഒരുപാട് നേരം അങ്ങനെ കാത്തു നിൽക്കേണ്ട സാഹചര്യം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെയാണ്. നമുക്ക് ആ ക്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മുകളിൽ വലിയ തരത്തിലുള്ള ക്യൂ ഈ സന്നിധാനത്ത് തന്നെയുണ്ട്. താഴെ നടപ്പന്തലിലും ഇത് തന്നെയാണ്. അങ്ങനെ ഓരോ ദിവസവും ഭക്തജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരക്കൂട്ടവും ശരംകുത്തിയൊക്കെ കഴിഞ്ഞാണ് ആ ക്യൂ കഴിഞ്ഞ ദിവസം പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നും സമാന രീതിയിൽ ആ ഒരു തിരക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി വരും ദിവസങ്ങളിലും ഈ തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാനനപാതയിലൂടെ എത്തുന്നവരൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർക്ക് വളരെ വർഷക്കാലമായി അവർ ഇങ്ങനെ പരമ്പരാഗത കാനനപാതയിലൂടെ നടന്നു വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിൽ അവർക്ക് ദർശനം നടത്താൻ കഴിയുന്നു എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി മനോജ്. ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് എത്തേണ്ടതുണ്ട്. പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പൂങ്കാവ് സെയിൻറ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയിലെത്തിക്കും. പള്ളിയിലെ പൊതുദർശനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്കാരം നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം. വളരെയധികം വേദനാജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദേവിക, ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ നാട്ടുകാർ, ബന്ധുക്കളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹൃദയം തകർന്ന അവസ്ഥയിലൂടെയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നാടും നാട്ടുകാരും. ബന്ധുജനങ്ങളെ എന്ത് പറഞ്ഞാലാണ് ഇവർക്ക് ആശ്വാസവാക്കുകളാവുക എന്നുള്ള നിസ്സഹായ അവസ്ഥയിലാണ് ഈ നാടും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം ഉള്ളത്. ഇന്ന് ഈ രാവിലെ 6:30 തന്നെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചു. നിഖിലിൻ്റെ മൃതദേഹവും അനുവിൻ്റെ മൃതദേഹവും ഇപ്പോൾ നിഖിലിൻ്റെ മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം ബിജുവിൻ്റെ വീട്ടിലേക്ക്, ബിജുവിൻ്റെയും അനുവിൻ്റെയും വീട്ടിലേക്ക് 3 പേരുടെയും മൃതദേഹങ്ങൾ, ബിജുവിൻ്റെയും മകൾ അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ എത്തിച്ചു. അരമണിക്കൂറോളം ഇവിടെ 3 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള നിഖിലിൻ്റെ വീട്ടിലേക്ക്, മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്കാണ് ഈ 2 മൃതദേഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി മത്തായി ഈപ്പൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ മത്തായി ഈപ്പൻ്റെയും മകൻ നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ അല്പസമയം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം പൂങ്കാവ് സെന്റ് മേരീസ് സുറിയാനി മലങ്കര കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടുത്തെ പള്ളി ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണി വരെ അവിടുത്തെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടുകൂടി ആരംഭിച്ച് 12:30 സംസ്കാരം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. എന്തായാലും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദുർഘാതരമായിട്ടുള്ള, ഹൃദയം ഭേദകമായിട്ടുള്ള കാഴ്ചകളാണ്
കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതും ആ നിസ്സഹായതയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണം, എന്ത് പറഞ്ഞ് ഈ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട നൽകണം, ആശ്വസിപ്പിക്കണം എന്നറിയാതെ പകച്ച് നിൽക്കുന്ന ആളുകളാണ്. ഇടവകയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പള്ളി ശുശ്രൂഷ, പ്രാർത്ഥനാ ശുശ്രൂഷകളുമെല്ലാം ഭവനങ്ങളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈ വാർത്ത കേട്ട്, ഈ ദാരുണമായിട്ടുള്ള സംഭവം, ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനെടുത്ത ആ റോഡപകടത്തിന്റെ വാർത്ത ഏറ്റവും ഞെട്ടലോടെയായിരുന്നു കേരളം കേട്ടത്. നവംബർ 30 വിവാഹം കഴിഞ്ഞ് 15 ദിവസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം, ആ 15-ാം നാൾ സംഭവിച്ചത് ദാരുണമായിട്ടുള്ള സംഭവം. 15-ാം നാൾ അവരുടെ കാത്തിരുന്നത് മരണമായിരുന്നു, റോഡിൽ പതിയിരുന്ന മരണമായിരുന്നു. ആ 15-ാം നാൾ, ദാമ്പത്യ ജീവിതത്തിന്റെ 15-ാം നാൾ ഇവരെ കാത്തിരുന്നത്. നവംബർ 30 വിവാഹം കഴിഞ്ഞ് ഡിസംബർ 2 മധുവിധു ആഘോഷത്തിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയ നിഖിലും അനുവും മധുവിധു പൂർത്തിയാക്കി തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ മക്കളെ കൂട്ടുന്നതിന് വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയ ഇവരുടെ പിതാക്കന്മാർ മത്തായി ഈപ്പനും ബിജു ജോർജും മക്കളെയും കൂട്ടി ഏറ്റവും സന്തോഷകരമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ കുടുംബം, അവർ തിരികെ വീട്ടിലേക്ക് എത്താൻ, മല്ലശ്ശേരിയിലെ വീട്ടിലേക്ക് എത്താൻ 7 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ആ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ജനുവരി 15 കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു നിഖിലും അനുവും. കാനഡയിലാണ് നിഖിൽ ജോലി ചെയ്യുന്നത്. ജനുവരി 15 വരെയായിരുന്നു ഇവർ നാട്ടിലുണ്ടായിരുന്നത്. മരണം സംഭവിച്ച, ആ ദാരുണ അപകടം സംഭവിച്ച കഴിഞ്ഞ ഞായറാഴ്ച അനുവിൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആഘോഷവുമൊക്കെയായി ബന്ധപ്പെട്ട് അനുവിന് സർപ്രൈസ് ആഘോഷത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഇരു ആളുകളുടെയും പിതാക്കന്മാർ മത്തായി ഈപ്പനും ബിജുവും തിരുവനന്തപുരത്തേക്ക് വിമാനത്താവളത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. കേക്കും മറ്റ് ആഘോഷപരമായ കാര്യങ്ങളുമെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെ ആഘോഷകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നു. വീടുകളിലേക്ക് എത്തുമ്പോൾ പിന്നീട് ക്രിസ്മസ് ആഘോഷമായും പുതുവർഷാഘോഷമായും വിവാഹശേഷമുള്ള അനുവിൻ്റെ ആദ്യത്തെ പിറന്നാൾ ആഘോഷമൊക്കെ ആയിട്ടും സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന കുടുംബമായിരുന്നു ഇത്. നവംബർ 30 15 ദിവസങ്ങൾക്ക് മുമ്പ്, 2 ആഴ്ചകൾക്ക് മുമ്പ് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളാൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആ നവദമ്പതികൾക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി, കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇവിടെ ഈ വീട്ടുമുറ്റത്ത് തിങ്ങിക്കൂടി നിലയുറപ്പിച്ചപ്പോൾ ഇന്ന് കാണുന്നത് മറ്റൊന്ന്. ആ ക്ഷണിക്കപ്പെട്ട അതിഥികളല്ല, വിളിക്കപ്പെടാതെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകുന്നതിന് വേണ്ടി തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അന്ന് ഈ വീട്ടുമുറ്റത്ത് തിങ്ങിക്കൂടി നിന്ന ഇവരുടെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഇടവകയുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടുമൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന ആളുകളായിരുന്നു അനുവും നിഖിലും. 8 വർഷം നീണ്ട പ്രണയ ജീവിതം, ആ പ്രണയ സാഫല്യത്തിന്റെ മുഹൂർത്തം പക്ഷേ അവർക്ക് 15 ദിവസം മാത്രമാണ് അവശേഷിപ്പിച്ചത് വിധി. ആ പ്രണയ ജീവിതം, 8 വർഷം നീണ്ട പ്രണയ ജീവിതം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ സന്തോഷത്തോടെയായിരുന്നു ഇരു കുടുംബങ്ങളും അത് കേട്ടത്. സന്തോഷത്തോടെയായിരുന്നു ആ വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തതുമില്ല. കാരണം കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഇരു കുടുംബങ്ങളും തമ്മിൽ ഏറെ സൗഹൃദപരമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. തൊട്ടടുത്താണ് ഇരുവരുടെയും വീടുകൾ. ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് അനുവിന്റെയും നിഖിലിന്റെയും വീടുകൾ തമ്മിലുള്ള ദൂരം. മത്തായി ഈപ്പനായാലും ബിജു ആയാലും ഇരു ആളുകളുടെയും പിതാക്കന്മാരായാലും വർഷങ്ങളായി സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന ആളുകളുമായിരുന്നു. അതുകൊണ്ട് ഇരുവരും ആ 8 വർഷത്തെ പ്രണയ ജീവിതത്തെ പറ്റി, പ്രണയ സാഫല്യത്തിന് വേണ്ടി വിവാഹത്തിനായി വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അത് സന്തോഷത്തോടെയായിരുന്നു ഇരു വീട്ടുകാരും കേട്ടതും. ഇരു വീട്ടുകാരും ആ വിവാഹം നടത്തിക്കൊടുക്കുകയും ആഘോഷ ആരവങ്ങളോടുകൂടി തന്നെയായിരുന്നു നവംബർ 30 വിവാഹം നടക്കുകയുമെല്ലാം ചെയ്തത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കൊയർ ടീം, മറ്റ് പ്രവർത്തനങ്ങൾ, യുവജന പ്രവർത്തനങ്ങൾ, അതിലെല്ലാം മുന്നിട്ട് നിന്ന ആളുകളായിരുന്നു നിഖിലും അനുവും. കൊയർ ടീമിന്റെ ലീഡറായിരുന്നു അനു. സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ചേർന്ന് നിഖിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഏറെ പ്രിയപ്പെട്ട മക്കളാണ് നിഖിലും അനുവും. നാട്ടുകാർക്കും പള്ളിയുമായും എല്ലാം ഏറെ വൈകാരികമായി തന്നെ അനുവിനെയും നിഖിലിനെയും അവരുടെ പിതാക്കന്മാരെയും ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ആ പ്രിയപ്പെട്ട ആളുകളെയെല്ലാം അതിവൈകാരികത നിറഞ്ഞ മനസ്സോടുകൂടി, അതിവൈകാരികത നിറഞ്ഞ മുഖത്തോടുകൂടി യാത്രയാക്കുകയാണ് ഈ നാട്. പ്രാർത്ഥന ശുശ്രൂഷകളും മറ്റും ഇപ്പോഴും വീടുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അധിക സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുകയില്ല. കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യം
അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്, കൂടുതൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയിലാണ്. അവിടെ 4 മണിക്കൂറിലധികം പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുവിൻ്റെ പിറന്നാളായിരുന്നു, വിവാഹശേഷമുള്ള അനുവിൻ്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു. 25 വയസ്സ് അനുവിന് പൂർത്തിയാകുന്ന വിവാഹശേഷമുള്ള ആ പിറന്നാൾ, ഈ അപകടം സംഭവിച്ച ദാരുണ സംഭവം ഈ കുടുംബത്തെ വിഴുങ്ങിയ ആ ദിവസമായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. അതിനുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ കുടുംബത്തിൽ മക്കൾ തിരികെ എത്തുമ്പോൾ, മലേഷ്യയിൽ നിന്നും തിരികെ എത്തുമ്പോൾ ആ സർപ്രൈസ് ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടായിരുന്നു ഈ ഒരു പിതാക്കന്മാരും പിജുവും മത്തായിപ്പനും ഇവരെ കൂട്ടുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയത്. അങ്ങനെ ആഘോഷം, സന്തോഷകരമായ ജീവിത മുഹൂർത്തങ്ങൾ എല്ലാം നിറഞ്ഞു നിന്ന കുടുംബമാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹൃദയഭേദകമായി ഹൃദയത്തിൽ മുറിവേറ്റ നിലയിൽ നിലയുറപ്പിച്ച മനുഷ്യർ മാത്രമുള്ള സാഹചര്യത്തിൽ കാണേണ്ടി വരുന്നത്. അനുവിൻ്റെയും നിഖിലിൻ്റെയും സുഹൃത്തുക്കളാണ് ഈ ചുറ്റുപാടും ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. അവരെല്ലാം കണ്ണീരണിഞ്ഞുകൊണ്ടാണ്, വേദന ജനകമായിട്ടുള്ള മുഖത്തോടുകൂടിയാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മുതിർന്നവരായാലും അവർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു ഈ മക്കൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും കൊയർ ടീമൊക്കെ ബന്ധപ്പെട്ടും ഏറെ സജീവമായി പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു നിഖിലും അനുവും. അതുകൊണ്ട് കണ്ണീരണിഞ്ഞല്ലാതെ ഒരു മനുഷ്യർക്കും ഈ വീട്ടുമുറ്റത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. 2 ആഴ്ച മുമ്പ്, 15 ദിവസം മുൻപ് സന്തോഷത്തോടെ, ഏറെ ആഘോഷത്തിമിർപ്പോടെ, ഏറെ സന്തോഷത്തോടെ ഈ കുടുംബത്തിൽ ഈ ദമ്പതികൾക്ക് വിവാഹാശംസ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയ ഓരോ മനുഷ്യരും, അന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഈ വീട്ടുമുറ്റത്ത് എത്തിയ ആളുകൾ, അവർ ഇന്ന് കണ്ണീരണിഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ഈ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ വിട നൽകണം, എങ്ങനെ ഈ നിമിഷം അതിജീവിക്കണം, എങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞയക്കണം എന്ന് അറിയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയുടെ മുഖഭാവങ്ങളോടെ മാത്രമാണ് ഓരോ മനുഷ്യരെയും ഇവിടെ കാണാൻ കഴിയുന്നത്. ജനുവരി 15-ന് കാനഡയിലേക്ക് പോകേണ്ടവരാണ് നിഖിലും അനുവും. കാനഡയിലാണ് നിഖില് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനു MSW പൂർത്തിയാക്കിയ ആളാണ്. അവിടെ ജോലി തരപ്പെടുത്തി ഇരുവരും ഇനി അവിടെ കഴിയുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി ഇനിയുള്ള 1 മാസം ക്രിസ്മസും പുതുവർഷവും ഒക്കെ നാട്ടിൽ ബന്ധുക്കളോടൊപ്പം ആഘോഷിച്ച് പിന്നെ കാനഡയിൽ നീണ്ട കാലത്തെ പ്രവാസത്തിനൊക്കെ തയ്യാറെടുക്കുകയായിരുന്നു ഈ ദമ്പതികൾ. അതിനിടയിലാണ് മരണം അവരെ വിഴുങ്ങിയത്, ഈ കുടുംബത്തെ വിഴുങ്ങിയത്, ഈ കുടുംബത്തിന്റെ സന്തോഷത്തെ വിഴുങ്ങിയത്. അങ്ങനെ വീടുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ സമയം ഉണ്ടാവുകയില്ല, പള്ളിയിലേക്ക് പോകും. നിഖിലിന്റെ സഹോദരി ഉൾപ്പെടെ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്നും ഇങ്ങനെ ബന്ധുക്കൾ, വിവാഹം നവംബർ 30-ന് കഴിഞ്ഞ് തൊട്ടടുത്ത് ബന്ധുക്കൾ മടങ്ങിയതേയുള്ളൂ. വിദേശത്തേക്കൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബന്ധുക്കൾ ഇവർക്കുണ്ട്. അവരൊന്നും മനസ്സിൽ പോലും വെറുതെ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഒരുപക്ഷെ ഉടനെ മടങ്ങി വരേണ്ടി വരുമെന്ന്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, അവരെ അങ്ങനെ കാണുന്നതിന് വേണ്ടി, ജീവനറ്റ ശരീരങ്ങളായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടി ഈ വിവാഹത്തിന് പങ്കെടുത്ത് തിരികെ മടങ്ങിപ്പോയ, വിദേശത്തേക്ക് പോയ ബന്ധുക്കൾക്കൊന്നും ഒരുപക്ഷെ അവർ വെറുതെ പോലും പ്രതീക്ഷിച്ച് കാണുകയില്ല തങ്ങൾക്ക് വീണ്ടും ഈ നാട്ടിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യം ഉടനെ ഉണ്ടാകും എന്ന്. ഉടനെ തന്നെ പള്ളിയിൽ പൊതുദർശനം ആരംഭിക്കും. പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി, ഇരുവരുടെയും ഇടവക, അവിടെ 4 പേരുടെ പൊതുദർശനവും ഉണ്ടാകും. സംസ്കാര ശുശ്രൂഷകൾ ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി ആരംഭിക്കും. 12:30യോടുകൂടി 4 പേർക്കും നാട് വിട നൽകും. നല്ല ഓർമ്മകൾ മാത്രമുള്ള മനുഷ്യർ, നല്ല ഓർമ്മകൾ നിറഞ്ഞ വ്യക്തിബന്ധങ്ങൾ മാത്രം കാത്തു സൂക്ഷിച്ച മനുഷ്യർ, നല്ല ഓർമ്മകളുമായി അവരെ യാത്രയയക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ സൗഹൃദം, അവരുടെ ബന്ധപ്പെട്ടവർ, അവരുടെ നാട്ടുകാർ എല്ലാം. എന്തായാലും ഇപ്പോൾ 2 വീടുകളിൽ, 2 വീടുകളിലുമായി തൊട്ടടുത്തുള്ള ഏകദേശം നടന്നെത്താവുന്ന ദൂരത്തിലുള്ള 2 ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളും പൊതുദർശനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
നമ്മളുള്ളത് ബിജുവിൻ്റെ വീട്ടിലാണ്, അനുവിൻ്റെ വീട്ടിലാണ്. ബിജുവിൻ്റെ വീട്ടിൽ ബിജുവിൻ്റെ മൃതദേഹം മാത്രമാണ് ഇപ്പോഴുള്ളത്. 3 പേരുടെയും മൃതദേഹം ഒരുമിച്ച് ഇവിടെ പൊതുദർശനത്തിന് അരമണിക്കൂറോളം വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹം നിഖിലിൻ്റെ വീട്ടിലേക്ക്, മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മത്തായി ഈപ്പൻ്റെയും അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഈ വീടിനോട് ചേർന്നുള്ള ഒന്ന് ഓടിയാലെത്തുന്ന ഒരു വിളിയിൽ അപ്പുറത്തുള്ള ആ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഒരു നാട് ഹൃദയം നുറങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒരു നാട് ഹൃദയഭേദകമായി നിലയുറപ്പിക്കുന്നു. ഒരു നാട്ടുകാർ എല്ലാം ഹൃദയം നുറുങ്ങിയ വേദനയുമായി കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ വാർത്ത, ഈ ദൃശ്യങ്ങൾ കാണുന്ന നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഹൃദയഭേദകമായി മാത്രമേ ഈ ഒരു നിമിഷത്തെ സമീപിക്കാനാവൂ, കാണാനാകൂ, ഈ വാർത്ത കേൾക്കാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മൾ ഞായറാഴ്ച പുലർച്ചെ ആ അപകട വാർത്ത കേട്ടത് അത്രയും ഞെട്ടലോടുകൂടിയായിരുന്നു. ഇനിയൊരു റോഡ് അപകട വാർത്ത, വാഹനാപകട വാർത്ത കേൾക്കേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഈ ഞായറാഴ്ച എത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക് നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ അനുവിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെയും പൊതുദർശനം ഉണ്ടാകും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷത്തിനൊടുവിൽ വന്ന വലിയ ദുഃഖം നമുക്കിപ്പോൾ കാണാം. അവരുടെ മൃതദേഹം, നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ അനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെയും 3 പേരുടെ മൃതദേഹങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന, കണ്ണീരോടെ അവരെ വിട നൽകേണ്ടി വരുന്ന വലിയ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ അനുവിൻ്റെ വീട്ടിലായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കര പള്ളി, ഒരുപക്ഷെ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ പള്ളിയിൽ നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹ ചടങ്ങുകൾക്കായി ഒത്തുകൂടിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്കിപ്പുറം ഇവരുടെ സംസ്കാര ചടങ്ങിനായി വീണ്ടും ആ പള്ളിയിൽ എത്തിച്ചേരുന്നതിൻ്റെ വലിയ ആഘാതം അവിടെ കൂടിയിരിക്കുന്ന ആർക്കും താങ്ങാനാവാത്തതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുമാത്രമല്ല, കൊയർ ഗ്രൂപ്പിലടക്കം വളരെ ആക്റ്റീവായ മെമ്പേഴ്സ് ആയിരുന്നു ഇവർ എന്നുകൂടി അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, പള്ളിക്കാര്യങ്ങളിലെല്ലാം വളരെ ഊർജ്ജസ്വലതയോടുകൂടി അവർ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും അനുവിനെയും നിഖിലിനെയും വലിയ കാര്യമായിരുന്നു. 8 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് അവർ വിവാഹിതരായത്. വെറും 15 ദിവസത്തെ ദാമ്പത്യത്തിനൊടുവിൽ റോഡ് അപകടത്തിൽ അവർ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആ നാട് ഒന്നാകെ നടുങ്ങുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിലെ 4 അംഗങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അനുവും നിഖിലും, ഒപ്പം തന്നെ നിഖിലിൻ്റെ പിതാവും അനുവിൻ്റെ പിതാവും ആ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ദുഃഖം ആ കുടുംബത്തിന് മാത്രമല്ല, ആ നാടിന് മൊത്തവുമാണ്. ഇപ്പോൾ നിഖിലിൻ്റെ വീട്ടിലേക്ക് നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മിഥുൻ, ഇപ്പോൾ അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങൾ കൂടി മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക്, നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയും പൊതുദർശനം നീളുമോ? കാരണം ഇനിയും ഒത്തിരി ജനങ്ങൾക്ക് അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇവരെ എല്ലാവരെയും, കാരണം 4 അംഗങ്ങളാണ് ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം ഇവരുടെ എല്ലാം നാട്ടുകാരും ബന്ധുക്കളും അവിടെ എത്തി ഇവർക്ക് വിട നൽകി പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് 12 മണിയോട് കൂടി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ജനങ്ങളുടെ ഒഴുക്ക് ഈ സ്ഥലങ്ങളിലേക്ക്, ഈ വീടുകളിലേക്ക് ഉണ്ടാകുന്നുണ്ടോ? അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. ദേവിക, വീട്ടിൽ കൂടുതൽ സമയം പൊതുദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല. വീട്ടിൽ കൂടുതൽ സമയം പൊതുദർശനം ഉണ്ടാവുകയില്ല എന്നാണ് പള്ളിയുമായി ബന്ധപ്പെട്ട
ഭാരവാഹികളിൽ നിന്നുമൊക്കെ അറിയാൻ കഴിഞ്ഞത് അരമണിക്കൂർ മാത്രമായിരിക്കും. വീട്ടിൽ ഇപ്പോൾ നിഖിലിൻ്റെ വീട്ടിലാണ് പൊതുദർശനത്തിന് വേണ്ടി 3 മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിഖിലിൻ്റെയും അനുവിൻ്റെയും നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പൻ്റെയും 3 പേരുടെയും മൃതദേഹങ്ങൾ അധിക സമയം വീട്ടിൽ പൊതുദർശനത്തിന് വെക്കില്ല. ഉടൻ തന്നെ ഇവിടെ നിന്നും പൂങ്കാവ് മലങ്കര സെൻറ് മേരീസ് പള്ളിയിലേക്ക് 4 മൃതദേഹങ്ങളും മാറ്റും. കാരണം ഇവിടെ അനുവിൻ്റെ വീട്ടിലും ഏകദേശം അരമണിക്കൂർ മാത്രമായിരുന്നു 3 പേരുടെയും മൃതദേഹങ്ങൾ വെച്ചത്. അനുവിൻ്റെയും നിഖിലിൻ്റെയും അനുവിൻ്റെ പിതാവ് ബിജുവിൻ്റെയും 3 പേരുടെയും മൃതദേഹങ്ങൾ 6:30 ബിജുവിൻ്റെ വീട്ടിലേക്ക് അനുവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് അരമണിക്കൂർ മാത്രമായിരുന്നു ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയത്. അതിനുശേഷം 2 പേരുടെ അനുവിൻ്റെയും നിഖിലിൻ്റെയും ദമ്പതികളുടെ മൃതദേഹങ്ങൾ നിഖിലിൻ്റെ വീട്ടിലേക്ക് മത്തായി ഈപ്പനോടൊപ്പം പൊതുദർശനത്തിന് വെക്കുകയായിരുന്നു. അവരുടെയും അധിക സമയം ഉണ്ടാവുകയില്ല. കൂടുതൽ ആളുകൾ പള്ളിയിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കണം എന്നുള്ള കാര്യമാണ് പള്ളി ഇടവകയിൽ നിന്നും നൽകിയിരിക്കുന്നത്. ഇടവകാംഗങ്ങൾക്കെല്ലാം അങ്ങനെയൊരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അരമണിക്കൂറിൽ തന്നെ നിഖിലിൻ്റെ വീട്ടിൽ നിന്നും അനുവിൻ്റെ വീട്ടിൽ നിന്നും ബിജുവിൻ്റെ വീട്ടിൽ നിന്നും ബിജുവിൻ്റെ മൃതദേഹം ഇവിടെ തൊട്ടടുത്തുള്ള ബിജുവിൻ്റെ വീട്ടിലാണുള്ളത്. 4 ഭൗതിക ശരീരങ്ങളും പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൂടുതൽ സമയം പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. പള്ളി ഇടവകാംഗങ്ങൾക്കെല്ലാം അവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പള്ളി ഹാളിലാണ് 4 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെക്കുക. 12 മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി 12:30യോടുകൂടി സംസ്കാരം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് ഇപ്പോൾ 2 ഭവനങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവക പള്ളി വികാരിയും വൈദികരുമെല്ലാം 2 ഭവനങ്ങളിലുമുണ്ട്. പ്രാർത്ഥനാ ശുശ്രൂഷകളോടുകൂടി പ്രിയപ്പെട്ട ആളുകൾക്ക്, നവദമ്പതികൾക്കും അവരുടെ പിതാക്കന്മാർക്കുമെല്ലാം വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും ബന്ധുജനങ്ങളും നാട്ടുകാരുമെല്ലാം ഉണ്ട് അവിടെ വീടുകളിലെല്ലാം. ഇനി അവരെല്ലാം പള്ളികളിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുമായി പള്ളിയിലുള്ള ഈ ശുശ്രൂഷാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളുമെല്ലാമായി പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഇടവകങ്ങളുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം ഏറ്റവും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ അതുമാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വാക്കുകളിൽ നമുക്ക് വിവരിക്കാനുള്ളത് ഹൃദയഭേദകം, വേദനാജനകം, അതിവൈകാരികം, വിഷമകരമായ നിമിഷം എന്ന് മാത്രമാണ്. അതിൽ അപ്പുറം വാക്കുകളിലൊന്നും പറയാനില്ല. കാരണം കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരല്ലാതെ, നിസ്സഹരായി നോക്കി നിൽക്കുന്ന മനുഷ്യരല്ലാതെ ഇവിടെ ആരുമില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. വാക്കുകളാൽ പറയാൻ സാധിക്കുന്ന മുഖങ്ങളല്ല ഇവിടെ ഓരോ മനുഷ്യരുടെയും. ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരത്തിൽ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞിട്ട് തിരികെ ഇറങ്ങി വരുന്ന ഓരോ മനുഷ്യരുടെയും മുഖങ്ങളിൽ നിന്നുള്ള അവസ്ഥ, ആ വിഷമ അവസ്ഥ, അത് വാക്കുകൾക്കപ്പുറമാണ്. വാക്കുകളാൽ വിവരിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. എങ്ങനെ ഈ ഒരു വിഷമഘട്ടം തരണം ചെയ്യുമെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഈ നാടും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ആളുകളായിരുന്നു ഈ നാടിനും നാട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ട ആളുകൾ. വർഷങ്ങളായിട്ട് വിദേശത്ത് ആയിരുന്നു മത്തായി ഈപ്പൻ. 8 വർഷമായിട്ട് നാട്ടിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാടും നാട്ടുകാരും പള്ളിയുമൊക്കെ ബന്ധപ്പെട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മത്തായി ഈപ്പൻ. സൗഹൃദങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എല്ലാം ഒരുപാടുള്ള മനുഷ്യനായിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മത്തായി ഈപ്പൻ, നിഖിലിൻ്റെ പിതാവ്, മുന്നിട്ട് പ്രവർത്തിച്ചിരുന്നു. ബിജു ജോർജ് ആയാലും അങ്ങനെ തന്നെയായിരുന്നു. സൈനികനായിരുന്നു അദ്ദേഹം. ബിജു ജോർജ്, അനുവിൻ്റെ പിതാവ്, ഏറെക്കാലത്തെ സൈനിക ജീവിതത്തിന് ശേഷം വിരമിച്ച് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 5 വർഷത്തോളം സെക്യൂരിറ്റി ജീവനക്കാരനായി അദ്ദേഹം ജോലി ചെയ്തു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച ഓരോ മനുഷ്യർക്കും അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് നല്ല വാക്കുകളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിത നിമിഷങ്ങളെ പറ്റിയാണ്. കാരണം ഒരു രോഗിക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ എത്തുന്ന ഓരോ രോഗികൾക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോടൊപ്പം ചേരുകയും അങ്ങനെയൊക്കെ ഒരു സൈനികൻ ആയതിൻ്റെ എല്ലാ മാതൃകയും ജീവിതത്തിൽ പിന്തുടർന്ന വ്യക്തിയായിരുന്നു ബിജു. 5 വർഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അല്പസമയം ജനറൽ ആശുപത്രിക്ക് മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത നിരവധി ആളുകളാണ് ആ സമയത്ത് അവിടെ കണ്ണീരോടുകൂടി അദ്ദേഹത്തിന് വിട നൽകുന്നതിന് വേണ്ടി വന്നത്. 5 വർഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു. ഇപ്പോൾ എറണാകുളം ലോക്ഷർ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കി വരികയായിരുന്നു ബിജു. നിഖിൽ വർഷങ്ങളായിട്ട് കാനഡയിലാണ് അവിടെ ജോലി ചെയ്തു വരുന്ന. വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തി.
അനുവിനെയും കൂട്ടി ജനുവരി 15-ന് കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. നിഖിലിൻ്റെ വീട്ടിലെ ഷോക്കേസിൽ കാണാം. അകത്ത് കയറി നമ്മൾ കണ്ടതാണ്. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടിയതിൻ്റെ ട്രോഫികളും മറ്റും, പള്ളിയിൽ നിന്നുള്ള ആദരവുകളുടെയൊക്കെ ട്രോഫികളൊക്കെ കണ്ടു. അങ്ങനെ കാനഡയിലെ മികച്ച ജോലിയുടെ സേവനമനുഷ്ഠിച്ചതിൻ്റെയൊക്കെ അംഗീകാരങ്ങൾ ആ വീട്ടിലെ ഷോക്കേസിൽ ഇരിക്കുന്നത് കൊണ്ടും അങ്ങനെ വർഷങ്ങളായി കാനഡയിൽ ജോലി ചെയ്യുന്ന യുവാവായിരുന്നു നിഖിൽ. ഭാര്യ അനുവിനെയും കൂട്ടി ജനുവരി 15-ന് അവർ ഒരുമിച്ച് കാനഡയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് നീണ്ട കാലത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങി വരാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അവർക്കുള്ളത്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആ 1.5 മാസം ഏറ്റവും ആഘോഷമായിട്ട് വീട്ടിൽ ചെലവഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ആ ദമ്പതികൾക്ക്. കാരണം വിവാഹശേഷമുള്ള അനുവിൻ്റെ ആദ്യത്തെ പിറന്നാൾ, വിവാഹശേഷമുള്ള ആദ്യത്തെ ക്രിസ്തുമസ്, വിവാഹശേഷമുള്ള ആദ്യത്തെ പുതുവർഷം, അതൊക്കെ ഏറ്റവും ഭംഗിയായി കുടുംബത്തോടൊപ്പം ആഘോഷിക്കണമെന്ന് മാത്രമായിരുന്നു അനുവിനും നിഖിലിനും ആഗ്രഹമുണ്ടായിരുന്നത്, ആഗ്രഹം ബാക്കിയായിരുന്നത്. അവരുടെ സന്തോഷത്തോടൊപ്പം പങ്കുചേരുകയായിരുന്നു. അവരുടെ സന്തോഷത്തിൽ ഏറ്റവും മുന്നിട്ടിറങ്ങിയത് ഇവരുടെ പിതാക്കന്മാരായിരുന്നു, മത്തായിപ്പനും ബിജുവും. അതുകൊണ്ടാണ് ഞായറാഴ്ച അനുവിൻ്റെ 25-ാം വയസ്സ് പിറന്നാൾ, അതിനുള്ള സർപ്രൈസ് കേക്കുകളും ആഘോഷത്തിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ട് മക്കളെ കൂട്ടാൻ 2 പിതാക്കന്മാരും ചേർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. അങ്ങനെ സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ജീവിത മുഹൂർത്തങ്ങൾ, സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന കുടുംബം, ആ കുടുംബത്തെയാണ് മരണം വിഴുങ്ങിയിരിക്കുന്നത്. ആ കുടുംബത്തെ ഒന്നാകെയാണ് മരണം വിഴുങ്ങിയിരിക്കുന്നത്. മരണം സംഭവിച്ച് ലോകത്തു നിന്നും പോയിരിക്കുന്നത് ഇവർ 4 പേരും മാത്രമായിരുന്നെങ്കിലും നിർജീവമായ അവസ്ഥയിലാണ് ഈ കുടുംബാംഗങ്ങളും. നിഖിലിൻ്റെ സഹോദരി വിദേശത്താണ്. നിഖിലിൻ്റെ സഹോദരിയും അനുവിൻ്റെയും നിഖിലിൻ്റെയും അമ്മമാരും എല്ലാം ആ കണ്ണീരണിഞ്ഞ് കഴിയുകയായിരുന്നു, നിർജീവാവസ്ഥയിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശത്തുള്ള ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട്. വിവാഹശേഷം കഴിഞ്ഞ ആഴ്ചകളിലായിട്ടായിരുന്നു അവരെല്ലാം വിദേശത്തേക്ക് മടങ്ങിപ്പോയത്. ഒരുപക്ഷെ ഇനി ഇത്ര അടുത്ത സമയത്ത് വിദേശത്ത് നിന്ന് വീണ്ടും നാട്ടിലേക്ക് വരേണ്ടി വരുമെന്ന് അവർ ആരും തന്നെ വെറുതെ പോലും വിചാരിച്ചിട്ടുണ്ടാകുകയില്ല. പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭവനങ്ങളിലും 8 മണിയോടുകൂടി പള്ളിയിലേക്ക് ഒരേ ഇടവകയാണ്, പള്ളിയിലേക്ക് കൊണ്ടുപോകും ശരീരങ്ങളെല്ലാം തന്നെ. എന്തായാലും നമുക്ക് വാക്കുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്കുകളാൽ ഇടറിയ ഹൃദയത്താൽ മാത്രമായിരിക്കും ഈ നിമിഷത്തെപ്പറ്റി പ്രേക്ഷകരോട് പറയാനാവുക. പ്രേക്ഷകരും അതേ മാനസികാവസ്ഥയിൽ തന്നെയാകും ഈ ദൃശ്യങ്ങൾ കാണുക. ഒരു കുടുംബത്തിലെ 4 പേരാണ്, നവദമ്പതികളാണ്. ആകസ്മികമായി ഉണ്ടായ ഈ സംഭവം, അതിൻ്റെ ഞെട്ടൽ ഒരു കാരണവശാലും ഈ നാട്ടുകാർക്ക് ഇനിയും മാറിയിട്ടില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കും ഒരു ആകസ്മികതയുടെ അപ്രതീക്ഷിതമായ ദാരുണ സംഭവത്തിൻ്റെ പകച്ചിൽ എന്തായാലും വിട്ടുമാറുകയില്ല. പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം വീടുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനുവിൻ്റെ വീട്ടിലും നിഖിലിൻ്റെ വീട്ടിലും 2 പേരുടെയും ഭവനങ്ങളിൽ ഒരു വിളിക്കപ്പുറമുള്ള അനുവിൻ്റെയും നിഖിലിൻ്റെയും ഭവനങ്ങളിൽ ഒരു ഓട്ടത്തിനപ്പുറമുള്ള ഓടിയാൽ എത്തുന്ന ദൂരത്തിലുള്ള അനുവിൻ്റെയും നിഖിലിൻ്റെയും വീടുകളിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി മിഥുൻ, വളരെ സങ്കടകരമായ, ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആ നാടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പൂങ്കാവ് പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി ഒത്തുകൂടിയവരുടെ ആഹ്ലാദവും ഒക്കെ ഒരുപക്ഷെ എല്ലാവരും പരസ്പരം ഓർത്തെടുക്കുന്നുണ്ടാകാം. ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ആ ദൃശ്യങ്ങൾ അതിന് മറുപടി നൽകുന്നുമുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ചർച്ച കോൺഗ്രസിന് സമ്മാനിച്ചത് വലിയ തിരിച്ചടിയാണ്. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയും കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ചരിത്രവും ഒരിക്കൽ കൂടി BJP ചർച്ചയാക്കി. അംബേദ്കറെ അപമാനിച്ച കോൺഗ്രസ് ചരിത്രം അമിത്ഷാ തുറന്നു കാട്ടുമ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്.
വിവരങ്ങളുമായി ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കുറച്ച് നാളുകളായി കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അംബേദ്കറെ ചൊല്ലി അല്ലെങ്കിൽ അംബേദ്കറിന്റെ പേരിൽ പോലും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അതിനെല്ലാം തിരിച്ചടി ലഭിക്കുന്നതും കോൺഗ്രസിന് തന്നെയാണ്. കാരണം അവരുടെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്താണ് ഭാരതത്തിൽ ചെയ്തത് എന്നിങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, അതുപോലെ മേഘ്വാൾ, ഇവരെല്ലാം പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ ചില ചരിത്രങ്ങൾ അത് ഓർമ്മപ്പെടുത്തിയാൽ കോൺഗ്രസിന് തന്നെയാണ് അപമാനം എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്ത കോൺഗ്രസ് ആണോ അംബേദ്കറെ ചൊല്ലി ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർച്ചയായ തിരിച്ചടി തന്നെയല്ലേ കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ഭരണഘടനാ ചർച്ച രണ്ട് സഭകളിലും നടന്നു. ലോക്സഭയിലും രാജ്യസഭയിലും നടന്നു. അതിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ആകത്തുക പരിശോധിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചർച്ച വലിയ തിരിച്ചടിയായാണ് മാറിയത്. ആദ്യഘട്ടത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച വേണമെന്ന ആവശ്യം കോൺഗ്രസ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. തുടർന്ന് സർക്കാർ ഈ ഭരണഘടനാ സഭ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സഭകളിലും വിപുലമായ ചർച്ച നടത്താമെന്ന് സർക്കാരും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യം ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും ചർച്ച നടന്നത്. പക്ഷേ ഈ ചർച്ചയിലൂടെ കോൺഗ്രസ് ഇപ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. രാജ്യത്തിൻ്റെ ചരിത്രം 1947 മുതലുള്ള ചരിത്രം, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഏകാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കുടുംബ വാഴ്ചയുടെയും കോൺഗ്രസ് എങ്ങനെയാണ് മതരാഷ്ട്രീയം അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ ഉപയോഗപ്പെടുത്തിയത്, ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് 1947 മുതലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എന്നത്. നമുക്കറിയാം അടുത്ത കാലത്തൊക്കെ ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരൊക്കെ ഭരണഘടനയുടെ പേര് പറയുന്നു. തുടർച്ചയായി ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഷോ ഓഫ് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ 1975ൻ്റെയും 77ൻ്റെയും ഇടയിലുള്ള ചരിത്രത്തെപ്പറ്റി ഒരിക്കൽ കൂടി BJP ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചർച്ചയിലൂടെ ചെയ്തത്. അടിയന്തരാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ട് അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥയുടെ ചരിത്രം എന്നത്. ആ ചരിത്രം കൃത്യമായി തന്നെ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുവാൻ ഈ ഒരു ഭരണഘടനാ ചർച്ചയിലൂടെ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. ലോക്സഭയിൽ പ്രധാനമന്ത്രിയാണെങ്കിലും രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത്? പാട്ടുകൾ പോലും നിരോധിച്ചു, നാടകങ്ങൾ നിരോധിച്ചു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അങ്ങനെ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭരണഘടനാ ഭീകരത എന്നൊക്കെ ഇവർ പദപ്രയോഗങ്ങളിലൂടെ മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് ഒരിക്കൽ കൂടി പാർലമെന്റിൽ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിക്കുവാനുള്ള ഒരു വേദി കോൺഗ്രസ് തന്നെ BJPക്ക് ഒരുക്കി കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുപരിയായി ഇപ്പോൾ അംബേദ്കറുമായി ബന്ധപ്പെട്ട വിഷയം അതിലധികം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസ് അടുത്ത കാലത്തൊക്കെ വലിയ അംബേദ്കർ സ്നേഹം പ്രസംഗിക്കുകയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമമൊക്കെയാണ് കോൺഗ്രസ് നടത്തിയത്. പക്ഷേ അംബേദ്കറെ അപമാനിച്ച ചരിത്രമാണ് കോൺഗ്രസിൻ്റേത് എന്നത് ചരിത്രപരമായൊരു വസ്തുതയാണ്. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ നമുക്കറിയാം. കോൺഗ്രസ് ആണ് അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നത്. ഒരു കാരണവശാലും BR അംബേദ്കർ പാർലമെന്റിലേക്ക് കടന്നു വരരുത് എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അജണ്ട തന്നെയായിരുന്നു. കാരണം നെഹ്റുവിൻ്റെ ഒരു ഈഗോ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളത്. അദ്ദേഹത്തെക്കാട്ടിൽ കഴിവുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അപ്രസക്തനായി പോകും എന്ന് സ്വയം കരുതിയിരുന്ന ഒരാളാണ് നെഹ്റു. അതിനാൽ തന്നെയാണ് VD സവർക്കറെ ആണെങ്കിലും സുഭാഷ് ചന്ദ്രബോസിനെ ആണെങ്കിലും അതുപോലെ തന്നെ BR അംബേദ്കറെ ആണെങ്കിലും സർദാർ വല്ലഭഭായ് പട്ടേലിനെ ആണെങ്കിലും ഇവരെയൊക്കെ ഒതുക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണക്കാരൻ നെഹ്റു ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യങ്ങളൊക്കെയാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണെങ്കിലും ഈ രാജ്യസഭയിൽ നടന്നിട്ടുള്ള ചർച്ചയിലാണെങ്കിലും തുറന്നു കാണിച്ചത്. BR അംബേദ്കർക്കൊരു ഭാരതരത്നം, ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഭാരതരത്നം നൽകാൻ പോലും കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സ്വന്തം നിലയ്ക്ക് ഭാരതരത്നം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ തന്നെ എനിക്ക് ഭാരതരത്നം തരുതു എന്ന രീതിയിൽ സ്വയം ഭാരതരത്നം പ്രഖ്യാപിച്ച നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ അധികാരത്തിൽ നിന്നിറങ്ങി. പിന്നീട് BJPയുടെ പിന്തുണയുള്ള ഒരു സർക്കാരിൻ്റെ കാലത്താണ് BR അംബേദ്കർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. നാടെങ്ങും
ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും അതുപോലെ തന്നെ നെഹ്റുവിനും വേണ്ടി സ്മാരകങ്ങൾ പണിത, കവലകൾ തോറും സ്മാരകങ്ങൾ പണിത കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് BR അംബേദ്കർക്ക് വേണ്ടി ഒരു സ്മാരകം പോലും ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ ഒരു കോണിൽ പോലും ഒരുക്കിയില്ല എന്ന പ്രസക്തമായ ചോദ്യം അമിത്ഷാ ഉന്നയിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ആകെത്തുകയിൽ ഒരു വലിയ പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. ഒന്ന്, ഭരണഘടനയെ എങ്ങനെയാണ് കോൺഗ്രസ് ചവിട്ടി മിതച്ചത് എന്നതിൻ്റെ ഉദാഹരണം പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അതിനുശേഷം BR അംബേദ്കറെ പോലുള്ളവരെ എങ്ങനെ കോൺഗ്രസ് മുഖ്യധാരയിൽ നിന്നും അകറ്റി എന്നതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നു. അങ്ങനെ ഈ ശൈത്യകാല സമ്മേളനത്തിൽ കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ട ഈ ഭരണഘടനാ ചർച്ച അവർക്ക് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. യെസ്, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പറഞ്ഞിരുന്നു, ഭരണഘടനയെ വളച്ചൊടിച്ച് കോൺഗ്രസ് നാടകം കളിക്കുകയാണെന്ന്. കോൺഗ്രസ് ഓരോ ആരോപണങ്ങളായി വരുമ്പോഴും അത് ഞൊടിയിടയിൽ തന്നെ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം കൂടി ഇപ്പോൾ പാർലമെന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വിഷയത്തിലേക്ക് പോയാൽ എക്സാലോജിക് CMRL ഇടപാട്, അതിൽ SFIO നൽകിയ റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്നാണ് സത്യവാങ്മൂലം പറയുന്നത്. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന പരിശോധന വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അതേസമയം CMRLനെതിരായ ഗുരുതര പരാമർശങ്ങളിൽ NIA അന്വേഷണത്തിനും സാധ്യത തെളിയുന്നുണ്ട്. എക്സാലോജിക്കും CMRLുമായുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിലാണ് SFIO അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനും ഒപ്പം കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, ഇത് ഈ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞ ഈ റിപ്പോർട്ടിലുള്ള ചില കാര്യങ്ങളിൽ ചില സൂചനകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതെല്ലാം ഈ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള പരാമർശങ്ങളാകട്ടെ, എങ്ങനെ ഈ കൈക്കൂലിയിലേക്ക് വന്നു, ഈ പ്രമുഖ വ്യക്തി ആരാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുമ്പോൾ അതെല്ലാം ഒരുപക്ഷെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രിയും CPM ഒക്കെ പറയുന്ന നിലപാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധങ്ങൾക്കൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഈ സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRLും നടത്തിയിട്ടുള്ള ദുരൂഹ ഇടപെടലുകൾ എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ, ഒപ്പം കാലിക്കുറ്റീറ്റ കുംഭകോണം പോലെയുള്ള വ്യാജ ബില്ലുകൾ ചമച്ചുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, 184 കോടിയുടെ ഇടപാടുകൾ, അത് ദുരൂഹമാണ്. ഈ പണം പോയിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധമുള്ള ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയിലേക്കാണ്. ഉന്നത രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി ലഭിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധനകൾ നടക്കുകയാണെന്നും SFIO വ്യക്തമാക്കുമ്പോൾ, മുൻപ് ഈ CMRL കമ്പനി രേഖകളിലെ PV എന്നുള്ള പരാമർശം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നത് കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഭീകര സംഘടനകൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് വരെ പണം നൽകിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഇത്ര നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ള ഒരു ഗുരുതരമായ സാഹചര്യം കൂടി അതിലുണ്ട്. മുൻപ് നിയമസഭയിലടക്കം ഈ കൈകൾ ശുദ്ധമാണ്, ഈ ആരോപണങ്ങളെയെല്ലാം വളരെ പരിഹസിച്ച് തള്ളുന്ന, ചിരിച്ചു തള്ളുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ നിലപാടിനെ അതെങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം മറുപടി പറയേണ്ടി വരും. ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഭീകര സംഘടനകളുമായി അനുകൂലപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പണം നൽകി എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സ്ഥാപനം, ആ സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വഴി നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ്. അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ CPMഉം നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഈ CMRLും എക്സാലോജിക്കും തമ്മിൽ നടന്നത് ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന സാധാരണ സാമ്പത്തിക ഇടപാട് മാത്രമാണെന്നായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ അതിൽ ദുരൂഹത ആരോപിക്കുന്നു, വഴിവിട്ട ഇടപെടലാണെന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നു, വ്യാജ ബില്ലുകൾ ചമച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നു, 184 കോടിയുടെ ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപാടുണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സംഘടന നേരത്തെ പറഞ്ഞ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പണം എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി അന്വേഷണ ഏജൻസി മുന്നോട്ട് വയ്ക്കുമ്പോൾ CPM ഇനി എന്ത് പറയുമെന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ സമ്മേളന കാലയളവ് മുഴുവൻ
വലിയ പ്രതിരോധത്തിൽ CPM ആയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെയുള്ള വിമർശനങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ പ്രാദേശിക തലങ്ങളിലടക്കം വലിയ ചർച്ചകളായിട്ടുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളും ഈ വിഷയങ്ങളൊക്കെ പലയിടത്തും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. സർക്കാരിൻ്റെ വീഴ്ചകൾ എടുത്തു കാട്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കുന്ന ഒരു സംവിധാനം തന്നെ ഇതിൽ ഒരു നിലപാട് ഒരു കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ദുരൂഹമാണ്, ഇതിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നുള്ള കൂടുതൽ സാഹചര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കൊല്ലം ജില്ലാ സമ്മേളനത്തിലും സർക്കാരിനെതിരെ വലിയ രൂക്ഷ വിമർശനമുണ്ട്. ഇതിന് അടുത്ത തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലേക്ക് CPM, തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPM കടക്കുകയാണ്. അപ്പോൾ ഈ ജില്ലാ സമ്മേളനങ്ങളും വലിയ വിമർശനം മുഖ്യമന്ത്രിക്കും ഈ എക്സാലോജിക്ക് CMRL വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരേക്കുള്ള ഈ ആരോപണങ്ങളിലും ഒക്കെ ഉയർന്നു വരാം. അങ്ങനെ CPMഉം മുഖ്യമന്ത്രിയും വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിൽ പോവുകയാണ്. ഇത്രയും കാലം പറഞ്ഞ മറുപടികൾ, നിലപാടുകൾ ഒന്നും തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ പണമിടപാട് നടത്തിയത് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ് എന്ന രീതിയിലുള്ള പരാമർശം SFIയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസി. ഇനി എന്താണ് CPMനും മുഖ്യമന്ത്രിക്കുമൊക്കെ പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം അത് സജീവമായി ഉയരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് പ്രതിരോധം സർക്കാരും മുഖ്യമന്ത്രിയും CPM ഒക്കെ തീർക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്. വീണ, കൊച്ചിയിൽ നിന്ന് രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഈ CMRLനെതിരായ NIA അന്വേഷണത്തിന് കൂടിയുള്ള സാധ്യതകൾ തെളിയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഈ NIA അന്വേഷണം കൂടി ശക്തമായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും അതിനിർണായകം തന്നെയല്ലേ? അതെ ദേവിക, കഴിഞ്ഞ ദിവസമാണ് SFIO ഒരു ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് ഡൽഹി ഹൈക്കോടതിയിൽ CMRLനെതിരായിട്ടുള്ള ഗുരുതര പരാമർശങ്ങൾ SFIO ഉന്നയിച്ചത്. അതായത് ഭീകരവാദ ബന്ധമുള്ളവർക്ക് പണം നൽകിയതായിട്ട് സംശയിക്കുന്നു എന്നുള്ളതായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. ഇത് തന്നെയാണ് NIA അന്വേഷണത്തിന് സാധ്യത തെളിക്കുന്നതും. അതായത് നിലവിൽ ഈ ഭീകരവാദ ബന്ധമുള്ള കേസുകളൊക്കെ തന്നെ അന്വേഷിക്കാനുള്ള അധികാരം ദേശീയ അന്വേഷണ ഏജൻസിക്കാണ്. അതുകൊണ്ട് തന്നെ CMRLുമായി ബന്ധപ്പെട്ട് ഏകദേശം 132 കോടി രൂപയുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതായത് ഈ 132 കോടി രൂപയെ CMRL നികുതി കണക്കുകളിലൊന്നും തന്നെ ഉൾപ്പെടുത്താതെയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സലോജിക്കുമായിട്ട് നടന്ന 1.72 കോടി രൂപയുടെ ഇടപാടും ഇതിൽ സേവനം കൈപ്പറ്റാതെയാണ് വീണയുടെ കമ്പനിക്ക് CMRL ഈ 1.72 കോടി രൂപ നൽകിയത്. ഇതിലും അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ CMRL നൽകിയ ഹർജിയിൽ ഇത്തരമൊരു ഭീകരവാദ ബന്ധം സംശയിക്കുന്നതായിട്ടുള്ള ഒരു നിലപാട് SFIO അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NIA ഈ കേസ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും SFIO കണ്ടെത്തിയിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ആവശ്യമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കുകയും ചെയ്യും. ഭീകരവാദ ബന്ധമുള്ള ഏതൊക്കെ സംഘടനകൾക്കാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന ഏതൊക്കെ വ്യക്തികൾക്കാണ് ഇത്തരത്തിൽ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL പണം കൈമാറിയിട്ടുള്ളത്, ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുമെന്ന് അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ പണം കൈമാറിയത് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും അക്കാര്യത്തിലുള്ള അധികാരമുള്ളത് നിലവിൽ NIAക്കാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് NIA അന്വേഷണത്തിന് ഉത്തരവിറക്കേണ്ടത്. നിലവിൽ SFIO കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആവശ്യമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുക. എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും വീണയെ സംബന്ധിച്ചാണെങ്കിലും ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് CMRLുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയത്. ഈ ഒരു രാഷ്ട്രീയ നേതാവിന് പണം കൈമാറിയതായിട്ട് സംശയിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം. എന്തായാലും ഇതൊരു കുംഭകോണ മാതൃകയിലാണ് ഇത്തരത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം തങ്ങൾ നടത്തിയതായിട്ടും SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇതടക്കമുള്ള വിശദാംശങ്ങൾ ഒരു പക്ഷേ NIA പ്രാഥമികമായിട്ട് തേടാനും സാധ്യതയുണ്ട്. അന്വേഷണ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് NIAക്ക് ഈ കേസ് ഏറ്റെടുക്കാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും അതോടൊപ്പം തന്നെ വീണ വിജയനെ സംബന്ധിച്ചാണെങ്കിലും ഈ CMRLുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിൽ ഇനി ഏതൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായാലും പ്രത്യേകിച്ച് NIA അന്വേഷണം വരികയാണെങ്കിൽ അതൊരു വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. ശരി.
OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ 3ാം ബലിദാന ദിനം ഇന്ന്. 2021 ഡിസംബർ 19 രാവിലെയാണ് SDPI ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്. കേസിലെ 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയാണ് വിധിച്ചത്. 3ാം ബലിദാന ദിവസമായ ഇന്ന് BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജാഗ്രതാ സദസ്സ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, ആ ഓർമ്മകളിലാണ് ഇത് 3ാം വർഷം. വിവരങ്ങൾ എന്താണ്? ദേവിക, വീണ, ഞാനിപ്പോൾ ഉള്ളത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലാണ്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വെള്ളക്കിണറിലുള്ള വീട്ടിൽ 2021 ഡിസംബർ 19 രാവിലെ 6:30 കൂടിയാണ് നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നത്. അതിന് നടുക്കത്തിൽ നിന്നും ഇവരുടെ കുടുംബാംഗങ്ങളൊന്നും തന്നെ മോചിതരായിട്ടില്ല. അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു അക്രമി സംഘം രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. ഈ 3 വർഷം മുൻപ് ഉള്ള അതേ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടുകാരെല്ലാവരും ഉള്ളത്. ആ ഒരു നടുക്കത്തിൽ നിന്നും അവരിതുവരെ മോചിതരായിട്ടില്ല. ഇതിൽ ഈ കേസിൽ നേരിട്ടും ഉൾപ്പെട്ട 15 പ്രതികൾ, അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പേരും പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പ്രതികളും അടക്കം 15 പ്രതികൾക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഈ കേസിലെ കുറ്റപത്രത്തിൽ ഏതാണ്ട് 38ഓളം പ്രതികളാണുള്ളത്. ഇതിൽ 23 പേർ 2ാം കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 23 പേരോളം 2ാം കുറ്റപത്രത്തിലുണ്ടാകും. ഈ 2ാം കുറ്റപത്രത്തിലുള്ള പ്രതികൾക്കെതിരെയുള്ള തെളിവ് ശേഖരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ 2ാം കുറ്റപത്രവും സമർപ്പിക്കും. എന്തായാലും വീണ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. അത്രയും നിഷ്ഠൂരമായി ആയിരുന്നു 2021 ഡിസംബർ 19 നടന്ന കൊലപാതകം. രാവിലെ 6:30 അക്രമി സംഘത്തിൽപ്പെട്ട 12 പേർ 6 ഇരുചക്ര വാഹനങ്ങളിലായി നഗരമധ്യത്തിലുള്ള രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയുമായിരുന്നു. അമ്മയും മകളും ഇളയ മകളും ഭാര്യയും അടങ്ങുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൺമുന്നിൽ വെച്ച് നടത്തിയ നിഷ്ഠൂരമായ ഒരു കൊലപാതകം കേരളത്തെ ആകെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. ഈ കേസിൽ ആദ്യം തന്നെ, അതായത് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകളെ എല്ലാവരെയും തന്നെ പോലീസിന് ആദ്യത്തെ ആഴ്ച തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ആലപ്പുഴ സ്വദേശികളാണ് ഈ പ്രതികളെല്ലാവരും തന്നെ. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നടപ്പിലാക്കിയ ഒരു നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ. ഇത് കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 15 പ്രതികൾക്കും മാവേലിക്കര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. കേസിന്റെ വിചാരണ വേളയിലും ഈ പ്രതികളെല്ലാം തന്നെ ജയിലിലായിരുന്നു. മാവേലിക്കര ജയിലിലായിരുന്നു പ്രതികൾ കഴിഞ്ഞിരുന്നത്. പിന്നീട് അവരെ അവിടെ നിന്നും മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇനി 23ഓളം പേരായിരിക്കും 2ാമത്തെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടത് എന്നാണ് ശ്രീനിവാസന്റെ മകൾ അവൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അച്ഛനെ എന്തുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. നിഷയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സവർക്കറെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് ഠാക്കറെ. സവർക്കർക്ക് ഉടൻ ഭാരത് രത്ന നൽകണമെന്നും ഉദ്ധവ് ആവശ്യപ്പെട്ടു. എന്നാൽ ഉദ്ധവിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ കോൺഗ്രസും NCPയും തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉദ്ധവ് ഠാക്കറെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ കോൺഗ്രസ് സവർക്കറെ അപമാനിക്കുന്ന ഈ ഒരു നിലപാട് അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉദ്ധവ് ഠാക്കറെ ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ BJP RSS ആശയങ്ങളോട് കൂടുതൽ അടുക്കുന്ന ഒരു മനോഭാവമാണോ ഇപ്പോൾ ഉദ്ധവിനുള്ളത്? ദേവിക, അങ്ങനെ തന്നെ വേണം കരുതാൻ. ഉദ്ധവ് താക്കറെയുടെ മനസ്സ് വീണ്ടും മാറുകയാണ്. കഴിഞ്ഞ ദിവസം നാഗ്പൂരിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസുമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരമാണ് ഉദ്ധവിൻ്റെ മനംമാറ്റത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉദ്ധവ് താക്കറെ ശിവസേന വിഭാവനം ചെയ്ത ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം ചേരുകയും അത് ശിവസൈനികർക്കിടയിൽ തന്നെ വലിയ അമർഷത്തിന് കാരണമാകുകയും ചെയ്തു. അങ്ങനെ 2022 ശിവസേന 2ആയി പിളർന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ആരാണ് ശരിയായ ശിവസേന എന്നത് അളക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ തകർന്നടിയുകയും മറുഭാഗത്ത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന
ഏതാണ്ട് 57 സീറ്റുകൾ നേടി ഐതിഹാസികമായ വിജയം BJPക്കൊപ്പം നേടുകയും ചെയ്തു. ഇതോടുകൂടി ഉദ്ധവ് താക്കറെയുടെ മനസ്സും ശരീരഭാഷയും ഒക്കെ മാറുകയാണ്. അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ അങ്ങോട്ട് പോയി കാണുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം തുടർച്ചയായി നടത്തുന്ന ചില പ്രതികരണങ്ങളാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. VD സവർക്കറെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസുമായി സഖ്യം ചേരുന്ന ഘട്ടത്തിൽ പലതവണ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ VD സവർക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന ഘട്ടത്തിൽ പോലും ഉദ്ധവ് താക്കറെ മൗനം പാലിച്ചുവെങ്കിൽ ഇപ്പോൾ ഉദ്ധവ് ആവശ്യപ്പെടുന്നത് ഈ തുടർച്ചയായി VD സവർക്കറെ പോലെ ഒരു ദേശസ്നേഹിയെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായ VD സവർക്കറെ തുടർച്ചയായി അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ VD സവർക്കർക്ക് ഭാരതരത്ന നൽകണം എന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും ഉദ്ധവ് താക്കറേക്ക് മനംമാറ്റമുണ്ട്. ഇപ്പോൾ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് ഉദ്ധവ് കൂടി എത്തുകയാണ്. പക്ഷേ ഇത് BJPക്കൊപ്പം നിൽക്കുന്ന ശിവസേന ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുക. കാരണം ഏക്നാഥ് ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറെയുമായി ചേർന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മഹാവികാസ് അഘാഡിക്കകത്ത് ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കോൺഗ്രസ് സവർക്കറിൻ്റെ ലെഗസിയെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ അംഗീകരിക്കാത്ത നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളത്. NCP ആണെങ്കിലും ഏതാണ്ട് സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയായ ശിവസേന ഉദ്ധവ് വിഭാഗം ഇപ്പോൾ VD സവർക്കറിനെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ദേവിക. ശരി ഗൗതം. കോന്നി വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് മാറ്റുകയാണ്. 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാര ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപത അധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകും. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഏറെ സങ്കടകരമായ കാഴ്ചയാണ് 2 വീടുകളിലും നിഖിലിൻ്റെയും അനുവിൻ്റെയും വീടുകളിൽ അല്പസമയം മുമ്പ് വരെ കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പൂങ്കാവ് പള്ളിയിലേക്ക് ദിവസങ്ങൾക്ക് മുൻപ് വലിയ ആഘോഷമായി നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം നടത്തിയ പൂങ്കാവ് പള്ളിയിലേക്ക്, ആ ഓഡിറ്റോറിയത്തിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റുകയാണ്. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയ്ക്കാണ് ആ നാട് സാക്ഷ്യം വഹിക്കുന്നത്. മിഥുൻ. തീർച്ചയായിട്ടും ഈ നാട് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെയാണ്. കാരണം ഏതാണ്ട് 20 ദിവസങ്ങൾക്ക് മുമ്പാണ്, 15 ദിവസത്തിന് മുമ്പാണ് ഇത്തരത്തിൽ ഈ കുടുംബം ഏറെ സന്തോഷത്തോടെ നിന്നിരുന്ന ഒരു ദിവസങ്ങളായിരുന്നു അത്. കാരണം ഇവരുടെ വിവാഹം, നിഖിൽ ലീപ്പിൻ്റെയും അനു ബിജുവിൻ്റെയും എല്ലാം വിവാഹം വളരെ കെങ്കേമമായി തന്നെ നടത്തുകയും അത്തരത്തിൽ ഏറ്റവും പ്രണയ സാഫല്യം 8 വർഷം നീണ്ടു നിന്ന ഒരു പ്രണയത്തിൻ്റെ സാഫല്യം വിവാഹത്തിലൂടെ ഉണ്ടാവുകയും പിന്നീട് തുടർന്നവർ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ പൊടുന്നനെ അവരെ വിധിയുടെ വിളയാട്ടം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വലിയ ദുഃഖത്തിലേക്ക് ഈ നാട്, ഈ വീട്, അവരുടെ ബന്ധുക്കൾ എല്ലാവരും എത്തിപ്പെട്ടത്. ഇപ്പോൾ അവരുടെ ഭൗതികദേഹം മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവർ ഇന്ന് അവരുടെ ബന്ധുക്കൾ, വിദേശത്തു നിന്നുള്ള ബന്ധുക്കളെല്ലാം തിരികെ എത്തിയതിനു ശേഷം അവരവരുടെ വീടുകളിൽ ആ ഭൗതികദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. അപ്പോൾ പൊതുദർശനം വീടുകളിലെത്തി ബന്ധുക്കളെല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ പൂങ്കാവ് പള്ളിയിലേക്ക്, അതായത് പൂങ്കാവ് 8 മണി മല്ലശ്ശേരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് എത്തിക്കുകയാണ്. അവിടുന്ന് ഭൗതികദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റി ഇങ്ങോട്ട് പള്ളിയിലേക്കുള്ള യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ പള്ളിയിലേക്ക് ഈ 4 ഭൗതികദേഹങ്ങളും എത്തും. 8 മണിയോടുകൂടിയാണ് ഈ പള്ളിയിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പൊതുദർശനത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 8 മണിയോടെ ഈ പള്ളിയിൽ പൊതുദർശനം ആരംഭിക്കുകയും 12 മണി വരെ പൊതുദർശനം നടത്തുകയും ചെയ്യും. പിന്നീട് 12:30 ഇത്തരത്തിലുള്ള ഈ സംസ്കാര ചടങ്ങുകൾ
പള്ളി സെമിത്തേരിയിലും നടക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടിരിക്കുന്ന വിവരം. ഏതായാലും ഏറ്റവും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ബന്ധുക്കൾ ചെന്നെത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 വർഷത്തെ പ്രണയവും അതിനുശേഷമുള്ള ബന്ധുക്കളുടെയും എല്ലാവരുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടും കൂടിയുള്ള കെങ്കേമമായിട്ടുള്ള ഒരു വിവാഹവുമെല്ലാം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷപൂർവ്വം തന്നെയാണ് നടത്തിയത്. കാരണം പരസ്പരം അറിയാവുന്ന വീട്ടുകാരായിരുന്നു, പരസ്പരം അറിയാവുന്ന വീട്ടുകാരും അതുപോലെ തന്നെ ഇരുവർക്കും സമ്മതത്തോടു കൂടിയുള്ള ഒരു വിവാഹമായിരുന്നു. ഇവർ ഈ പള്ളിയിലാണ് അവരുടെ വിവാഹം നടന്നത്. കുഞ്ഞുനാൾ മുതൽ ഈ പള്ളി കൊയറിലുകളിലെല്ലാം ഈ 2 പേരും, അതായത് നിഖിൽ ഈപ്പനും അനു ബിജുവുമെല്ലാം അവർ ഇവിടെ ഈ കൊയറിലെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ സജീവമായി തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി തുടരുകയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ഇവരുടെ പിതാവുക്കൾ അവരുടെ അച്ഛന്മാരും അത്തരത്തിൽ തന്നെ വളരെ ആളുകളുമായി ഏറ്റവും അടുത്തിടപെടുകയും സഹകരിക്കുകയും അത്തരത്തിൽ പൊതുപ്രവർത്തന രംഗത്തെല്ലാം വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആകസ്മികമായിട്ടുള്ള ഈ ഒരു അപകട മരണം ഈ നാടിനെ വല്ലാത്ത ദുഃഖത്തിലേക്കും ഞെട്ടലിലേക്കുമാണ് ഉണ്ടാക്കിയത്. ഈ പുലർച്ചെ 4:30 ഉണ്ടായ ഈ അപകട വാർത്ത ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ നാട്ടുകാർ വഴി അറിയുകയും ഈ നാടൊന്നാകെ ഈ അപകട സ്ഥലത്തേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഈ മലശ്ശേരി എന്ന് പറയുന്ന ഈ നാടിൽ ഉണ്ടായത്. ഏതായാലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട 4 ഒരു നാട് മുഴുവൻ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഇപ്പോൾ ഏതായാലും ഈ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയാണ്. അവിടെ പൊതുദർശനം വീണ്ടും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് നിന്ന് കൂടി ഒരു ദുഃഖവാർത്ത വരുന്നുണ്ട്. പ്രശസ്ത സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, നന്ദനം തുടങ്ങി 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അസുഖ ബാധിതയായി ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം. ഇന്ന് പുലർച്ചെയാണ് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന പ്രശസ്ത സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചത്. 81 വയസ്സായിരുന്നു. 200-ൽ പരം സിനിമകളിലും 25-ൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 1942-ലാണ് ഇവർ ജനിച്ചത്. പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് ജനനം. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവന്റെ മകളാണ്. സ്കൂൾ പഠനകാലത്ത് ഈ കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്ത് എത്തുന്നത്. തുടർന്ന് നാടകത്തിൽ സജീവമാവുകയും കോയമ്പത്തൂര്, ഈറോഡ്, സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജത്തിലടക്കം അഭിനയിക്കുകയും ചെയ്തിരുന്നു. 1971-ൽ പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ KN ഗണേഷിനെ വിവാഹം ചെയ്യുകയും വിവാഹശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിലൊരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 3 വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നതിനെ തുടർന്ന് വീണ്ടും മറ്റ് സമിതികളുടെ നാടകങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. KPSC, അതുപോലെ തന്നെ എസ്എൽപുരം, സൂര്യസോമ, ചങ്ങനാശ്ശേരി, ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, അതുപോലെ അങ്കമാലി, പൗർണമി, തൃശൂർ ഹിറ്റ് ഇന്റർനാഷണൽ, കൊല്ലം ട്യൂണ, ചാലക്കുടി സാരഥി, തൃശൂർ യമുന, അതുപോലെ അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട്. പാഞ്ചജന്യം, ഫസഹ്, മയൂകം, സിംഹാസനം, സ്വർണ്ണമയൂരം, 1000 നാവുള്ള മൗനം, രാഗം, കാലം, കുമ്മിണിത്തങ്ക, പുന്നപ്ര വയലാർ, ഇന്ധനം, കൃഷ്ണപൂജ, ഒതല്ലോ, സ്നേഹപൂർവ്വം, അമ്മ, നിശാഗന്ധി, അങ്ങനെ നിരവധി തിയേറ്റേഴ്സിന് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ അഭിനയിച്ച നാടകങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ എന്ന നാടകത്തിൽ മീന ഗണേഷ് ചെയ്ത കുൽത്തുമ്പി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു. എറണാകുളം ദൃശ്യകലാ അഞ്ജലിക്കായി AN ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന നാടകം തുടർച്ചയായി 3 വർഷം അവതരിപ്പിച്ചു. ഇതടക്കം അദ്ദേഹം എഴുതി 20-ലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 1976-ൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് ഇവർ അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനുശേഷം 1991-ലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ പിന്നീട് സജീവമായി മാറിയത്.
100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവർ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, അതുപോലെ തന്നെ വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, അതുപോലെ പുനരധിവാസം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗറിലായിരുന്നു ഇവർ താമസിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഒരു വിയോഗം അത് ശാരീരികമായിട്ട് 81 വയസ്സായി വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ പുലർച്ചെ ആദ്യം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി മീന ഗണേഷ്. അന്തരിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു നന്ദനത്തിലെ കഥാപാത്രങ്ങളല്ലേ, ആ ഒരു പരിചാരികമാരായി ഉണ്ടായിരുന്നതിൽ ഒരാൾ, വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ കഥാപാത്രങ്ങൾ, കലാഭവൻ മണിയോടൊപ്പം നിരവധി സിനിമകൾ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ ഗൗരവത്തോടെ ഹാസ്യം കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ മനസ്സിലിങ്ങനെ കടന്നു പോകുന്നു. സീരിയലുകളിലും വളരെ സജീവമായിരുന്നു. ഇതിൽ ഒരു 3 വർഷം മുമ്പ് വരെ വളരെ സജീവമായിരുന്നു. അതെ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ നടപടികൾ മന്ദഗതിയിലാണ്. മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ സംവിധാനം അതാത് ആശുപത്രികളിൽ ഒരുക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് പലതവണ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഈ തമിഴ്നാട്ടിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ദേശീയ ഹരിത ട്രൈബ്യൂണലിലും രംഗത്ത് വന്നിട്ടുണ്ട്. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, ഈ മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പിലാക്കണമെന്ന് പലതവണ ഇടപെട്ട് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ചെയ്യുന്നത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളുക എന്നുള്ളതിനപ്പുറം പ്രത്യേകമായ ഒരു സംസ്കാരം നടക്കുന്നില്ല എന്ന് വ്യക്തവുമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ മാലിന്യം അടക്കം, അത് RCCയിൽ നിന്നടക്കമുള്ള മാലിന്യമാണ് കൊണ്ടുപോയി തള്ളുന്നത്. അത് ജീവിച്ചിരിക്കുന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യർക്ക് എത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ ഈ ആതുര രംഗം അല്ലാതെ തന്നെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു ഘട്ടമാണ്. പക്ഷെ അവിടെ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി രോഗം വരുത്തി വയ്ക്കുന്ന രീതിയിലേക്ക് മാറുകയുമാണ്. ഈ വിഷയങ്ങൾ പലതവണ ഉന്നയിച്ചിട്ടും ഇപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ടിട്ടും എന്തെങ്കിലും മാറ്റങ്ങൾ ചർച്ചകളിലേക്ക് വരുന്നുണ്ടോ? വീണ, ആശുപത്രിയിലെ മാലിന്യങ്ങൾ, മെഡിക്കൽ വേസ്റ്റുകൾ ഈ 48 മണിക്കൂറിനുള്ളിൽ സംസ്കരിക്കണമെന്നാണ് നിയമം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. 2003 മുതൽ സംസ്ഥാനത്തെ മെഡിക്കൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആശുപത്രികളിലെ മാലിന്യങ്ങൾ കൊണ്ടുപോകാനും അത് നിർമ്മാർജ്ജനം ചെയ്യാനുമായിട്ട് IMAയുടെ നേതൃത്വത്തിൽ ഇമേജ് എന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചിരുന്നു. ഈ സൊസൈറ്റി ആയിരുന്നു 2003 മുതൽ മാലിന്യം ശേഖരിക്കുന്നതും അത് വളരെ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇമേജ് എന്ന കമ്പനി അല്ലെങ്കിൽ ഇമേജ് എന്ന സൊസൈറ്റി മാലിന്യം ശേഖരിക്കുകയോ നിർമ്മാർജ്ജനം ചെയ്യുകയോ ചെയ്തില്ല. കാരണം മാലിന്യം ശേഖരിച്ച വകയിൽ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും കൊടുക്കാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഇത്തരത്തിലൊരു സാമ്പത്തികമായിട്ടുള്ള കുടിശ്ശിക അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തിയതോടെയാണ് ഈ കമ്പനികൾ മാലിന്യം ശേഖരിക്കാനായത്. പിന്നീട് വന്നത് ഈ ആശുപത്രിയിൽ തന്നെ, ആശുപത്രിയുടെ പരിസരങ്ങളിൽ തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന, മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കി. പിന്നീടാണ് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെയും മൗനത്തോടു കൂടി ഈ മാലിന്യങ്ങളെല്ലാം ഇവിടുന്ന് കൂട്ടത്തോടെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ നിന്നും പ്രത്യേകം ശേഖരിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നത്. ആദ്യഘട്ടത്തിൽ കന്യാകുമാരിയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു, അല്ലെ കന്യാകുമാരി അതുപോലെ തന്നെ തുടങ്ങിയ പ്രദേശങ്ങൾ, അതുപോലെ തമിഴ്നാടിന്റെ ഏറ്റവും വടക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത്. പിന്നീട് അവിടെയുള്ള പ്രാദേശികവാസികളും പോലീസും ഒക്കെ വളരെയധികം പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം ഈ മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിക്കാതെയായി. തുടർന്ന് അത് കൂടുതൽ തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി മാറുകയായിരുന്നു. അതായത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ കേരള മാധ്യമങ്ങളുടെയും മറ്റുള്ള ആളുകളുടെയും കണ്ണുവെട്ടിച്ച് മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ നിർമ്മാർജ്ജനം ചെയ്യാതെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ഉൾനാടൻ മേഖലകളിൽ ഉപേക്ഷിക്കുക, നിർമ്മാർജ്ജനം ചെയ്യാതെ ഉപേക്ഷിക്കുക എന്നതായിരുന്നു ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണം മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ വേസ്റ്റുകൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിർമ്മാർജ്ജനം ചെയ്തില്ല എങ്കിൽ അത് ചുറ്റുപാടുമുള്ളവർക്ക് വരെ വളരെ കാര്യമായിട്ട് അതിൽ നിന്നും രോഗങ്ങൾ പടരാനും അതോടൊപ്പം തന്നെ അത് വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് പ്രകൃതിയൊക്കെ അല്ലെങ്കിൽ പരിസരങ്ങളെയൊക്കെ ബാധിക്കാനും ഒക്കെ വളരെ കാരണമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്നൊരു നിബന്ധന വെച്ചിട്ടുള്ളത്. ഈ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, കഴിഞ്ഞ
കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SITയുടെ പരിസരത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയും അത് അവിടെയുള്ള രോഗികൾക്ക് കുട്ടികൾ, നമുക്കറിയാം SIT എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രി പരിസരമാണ്. അവിടെയുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവുകയും ചെയ്തു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭങ്ങൾക്കൊക്കെ കാരണമായതായിരുന്നു. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള കൃത്യനിഷ്ഠയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇല്ലാതെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയാണ് നമുക്ക് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളുടെയും പരിസരത്ത് കാണാൻ സാധിക്കുന്നത്. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് കേരളം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതായത് ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാതെ, വ്യക്തമായിട്ടുള്ള പദ്ധതികൾ രൂപീകരണം ചെയ്യാതെ, വ്യക്തമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെയാണ് ഈ മാലിന്യങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ട് തള്ളുന്ന പ്രവണത കേരളം കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കാണിക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും 2003 മുതൽ പ്രവർത്തിച്ചിരുന്ന ഇമേജ് എന്ന സൊസൈറ്റി, അല്ലെങ്കിൽ സൊസൈറ്റി വഴി മാലിന്യം കളക്ട് ചെയ്യുകയും വ്യക്തമായിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അവർ എടുത്ത മാലിന്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആ മാലിന്യം എടുത്തുകൊണ്ട് പോയതിനുള്ള കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. ആ കുടിശ്ശിക എത്രയെന്ന് കണക്ക് കൂട്ടാൻ പോലും സർക്കാരിന് കഴിയാത്തൊരു ഘട്ടം വന്നിരിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ളൊരു കുറ്റലംഘനം തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആശുപത്രി മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാതെ രോഗികൾക്ക് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എല്ലാ സംവിധാനങ്ങളെയും ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ അതേ മാലിന്യങ്ങൾ തന്നെ കേരളത്തിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുമെന്ന് തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ടിൻറ്റുവാണ് വിശദ വിവരങ്ങൾ നൽകിയത്. പരിമിതികളിൽ പരാതികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പ്. ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഡ്രൈവർമാരില്ലാത്തതും ചെല്ലാൻ നടപടികളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെ ബാധിക്കുന്നു. റോഡിലിറങ്ങാൻ സമയം കിട്ടുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ വാഹന അപകടങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന ഒരു വിഭാഗവും കൂടി തന്നെയാണ് MVD. പക്ഷേ ഇപ്പോൾ MVDക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരികയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത, അല്ലേ? ഇതൊരു സവിശേഷമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. നിരവധി മരണങ്ങളുണ്ടായി, നിരവധി അപകടങ്ങളുണ്ടായി. ഇതിനുശേഷം മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്നുള്ള സംയുക്ത പരിശോധന നടത്താൻ തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും വന്നു. കഴിഞ്ഞ 2-3 ദിവസമായി അത്തരം പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അപ്പോഴും തങ്ങൾ നേരിടുന്ന ദുരിതം വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗീകൃത സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായി എന്താണ് മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. 2 കാര്യങ്ങൾ നമുക്കതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തൊരവസ്ഥ. ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന് പറയുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുണ്ടായിരുന്ന ഈ 2018 ആരംഭിച്ച സേഫ് കേരള പദ്ധതിയിൽ 1/3 ജീവനക്കാർ മാത്രമാണുള്ളതെന്ന് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ, അതായത് റോഡിലിറങ്ങി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും അത് തടയുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തികൾ തങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി അവർ പുറത്തിറക്കിയിരിക്കുന്ന ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ മിനിസ്റ്റീരിയൽ തസ്തികയിലും മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകളിലും ഒന്നും ആവശ്യത്തിന് ജീവനക്കാരില്ല. ഈ ജോലികളെല്ലാം ചെയ്യേണ്ടി വരുന്നത് എൻഫോഴ്സ്മെന്റ് വിഭാഗം, അതായത് റോഡിലിറങ്ങി ഇത്തരം നിയമലംഘന പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യേണ്ട ആ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്. മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസിലും വനം വകുപ്പിലും ഒക്കെ ഉള്ളതുപോലെയുള്ള ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോടതി നടപടികൾ പോലും നിർവഹിക്കാൻ ആളുകളില്ല. ചെല്ലാൻ എഴുതുന്നത് മുതൽ ചെല്ലാൻ അത് അംഗീകരിക്കുന്നതും പ്രിന്റ് ചെയ്യുന്നതും അയക്കുന്നതുമെല്ലാം ഈ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയെന്ന് പറയുന്നു. തങ്ങളുടെ സ്വന്തം മൊബൈലിൽ നിന്ന് ഈ ചെല്ലാനുകൾ തയ്യാറാക്കേണ്ടി വരുന്നു. ചില കോടതി നടപടികളൊക്കെ വരുമ്പോൾ ഈ ഫോണുകൾ അവിടേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. വാഹനങ്ങളുടെ കാര്യം പറയുമ്പോൾ ആവശ്യത്തിന് വാഹനങ്ങളില്ല. പല ഓഫീസുകളിലും ഡീസൽ അടിക്കാൻ പ്രത്യേകിച്ച് ഫണ്ടില്ല. ഈ ചിലയിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പലയിടത്തും ഭൂരിപക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ 10 മണിക്കൂറിൽ കൂടുതൽ നേരം ചാർജ് ചെയ്താലും ദിവസത്തിൻ്റെ മുഴുവൻ നേരം
ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ചില RTO ഓഫീസുകളിലെ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ പിഴ സ്വീകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൂടി ഈ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ തലയിൽ വീഴുന്നു. ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്യൂട്ടി ഷിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പലയിടത്തും ഇത് റൊട്ടേഷൻ അവസ്ഥയിൽ നടപ്പിലാക്കേണ്ടി വരുന്നു. അതും ജീവനക്കാരുടെ എണ്ണമില്ല, ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് കൊണ്ടാണ്. ഇത് കാരണം എൻഫോഴ്സ്മെന്റ് ജോലികൾക്ക് ആളുകളെ നിയോഗിക്കാൻ കഴിയുന്നില്ല. കുറിപ്പിൽ മറ്റ് ഇപ്പോൾ AI ചലാനുകളെ പറ്റി പറയുന്നത് AI ചലാനുകൾ വലിയ രീതിയിൽ കുന്നുകൂടുന്നുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വവും ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നു. അങ്ങനെ ഒരു നടപടികൾ ഈ പറയുന്ന ക്ലറിക്കൽ ജോലികൾ കഴിയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് റോഡിലിറങ്ങി വാഹന പരിശോധന നടത്താൻ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് തന്നെ അവർ പറയുന്നു. കാരണം മേൽ സാഹചര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റോഡിൽ കാണപ്പെടുന്ന സമയം വളരെ കുറവായി തീരുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ സംഘടന പറയുന്നത്. അത് വലിയൊരു ഗുരുതരമായ സാഹചര്യം തന്നെ എന്ന് പറയേണ്ടി വരുന്നു. കാരണം നിയമലംഘനങ്ങളാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ റോഡിലിറങ്ങി ഇത്തരം ജോലികൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ആവശ്യത്തിനില്ല എന്ന് പറയുമ്പോൾ തന്നെ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ, ചെല്ലാനടിക്കാൻ ഒരു പോസ്റ്റ് മിഷൻ പോലും കിട്ടാത്ത ഉദ്യോഗസ്ഥരെ പറ്റി അവർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം രാത്രിയിൽ ഇത്തരം നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കാണാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കേസുകളുമായി ബന്ധപ്പെട്ട കോടതികളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങൾ ചെയ്യാനായി പ്രത്യേകം ഉദ്യോഗസ്ഥരില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ കാട്ടിയാണ് ഈ കത്ത്. ഇതിൽ മറ്റു ശ്രദ്ധേയമായ കാര്യം എനിക്ക് തോന്നി, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ വാഹനങ്ങൾ ഓടിക്കേണ്ടി വരുന്നതും വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ ഈ നിയമലംഘനങ്ങളെയൊക്കെ കണ്ടെത്താനുള്ള പരിശോധനകൾ പ്രഹസനമായി തീരുമെന്നുകൂടിയാണ് ഉദ്യോഗസ്ഥരുടെ സംഘടന ഈ കുറിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. വീണു. രാജ്യവികസനത്തിനൊപ്പം കുതിപ്പിനൊരുങ്ങി മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തോടടുക്കുന്നു. 2027 നവംബറോടെ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. 12 സ്റ്റേഷനുകളുള്ള മുംബൈ അഹമ്മദാബാദ് പാതയുടെ ദൈർഘ്യം 508 കിലോമീറ്ററാണ്. ഗുജറാത്തിലെ ബുള്ളറ്റ് ട്രെയിൻ പാതയിലൂടെ S. ശാലിനി പോയിരുന്നു. റിപ്പോർട്ട് കാണാം. വികസനത്തോടൊപ്പം കുതിച്ചുയരാൻ ഗുജറാത്ത് തയ്യാറെടുക്കുകയാണ്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. 2027 നവംബറോടെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രധാന പരിഗണന നൽകിയാണ് നിർമ്മാണം അഹമ്മദാബാദ് കലൂപൂർ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. മേൽക്കൂരയും മുൻഭാഗവും 100 കണക്കിന് പട്ടങ്ങളുള്ള ക്യാൻവാസിനെ ചിത്രീകരിക്കുന്നു. മേലാപ്പ് സയ്യിദ് സിദ്ദിഖിന്റെ ജാലിയുടെ സങ്കീർണമായ ലാറ്റിക് വർക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു പാറ്റേൺ. Minister has also said the project will change the economy and the scenario entirely, at least for this western region of the country, like from the Mumbai to Gujarat, Ahmedabad. This region, the economy, the geography, the transport, everything is going to change once this project is being commissioned. It's running as per the timeline. We have planned basically a multimodal integration for this entire station, wherein the metro, the HSR, the Indian Railways and the road network, that is entirely getting integrated into one single multimodal hub. So the passengers can seamlessly flow from one mode of transport to the other mode of transport. മുംബൈയിൽ തുടങ്ങി സബർമതിയിൽ അവസാനിക്കുന്ന നിർമ്മാണത്തിലുമുണ്ട് പ്രത്യേകതകൾ. 12 സ്റ്റേഷനുകളിൽ പ്രധാനം സബർമതി തന്നെ. ഹെക്ടർ സ്ഥലത്ത് പ്രത്യേക ഡിപ്പോ സ്റ്റേഷൻ സബർമതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ബുള്ളറ്റ് ട്രെയിനിന്റെ അറ്റകുറ്റപ്പണികളടക്കം നടക്കും. മെട്രോ സ്റ്റേഷനും റോഡ് ഗതാഗതവുമെല്ലാം ബുള്ളറ്റ് ട്രെയിൻ സർവീസുമായി ഇവിടെ ബന്ധിക്കും. സാധാരണക്കാർക്ക് വേണ്ട എല്ലാ അത്യാധുനിക സൗകര്യവും ഇവിടെ ഉണ്ടാകും. എന്തുകൊണ്ടും സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഇടമായി ഗുജറാത്ത് മാറുകയാണ്. രാജ്യത്തിന്റെ വികസന പാതയ്ക്കൊപ്പം അതിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ രാജ്യത്തേക്ക് ഉടൻ എത്തുകയാണ്. ഗുജറാത്തിന്റെ വേഗതയ്ക്കൊപ്പം പട്ടം പോലെ ഇനി ബുള്ളറ്റ് ട്രെയിനുകൾ പറക്കും. ജനം, ഗുജറാത്ത്.
വീണ തലസ്ഥാന നഗരിയിൽ ഒരു വലിയ ഉത്സവം നടക്കുകയാണ്, ഫിലിമോത്സവം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി നേടിയിരിക്കുകയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം. പൊന്നാനിക്കാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ സിനിമ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, നായിക ഷംല ഹംസ എന്നിവർക്കൊപ്പം KP സുരേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത നേടിയ ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. പൊന്നാനിക്കാരുടെ സ്വന്തം സിനിമ ഇന്ന് മലയാളക്കര മാത്രമല്ല, രാജ്യം മാത്രമല്ല, ലോകത്തുള്ള സിനിമാ പ്രേമികളൊക്കെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സംവിധായകനും അഭിനേതാക്കളുമൊക്കെയാണ് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത്. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അത് തന്നെ കൺഗ്രാസ്, ഒരുപാട് അഭിനന്ദനങ്ങളാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഫെമിനിച്ചി ഫാത്തിമ, ആ പേരിൽ തന്നെയുണ്ട് ഒരു കൗതുകം. ആ കൗതുകം ഒരു അത്ഭുതമായിട്ട് ഇപ്പോൾ മാറുകയാണ്. എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് സിനിമ മേലോട്ട് എത്തുന്നത്. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുന്നത്. ഈ സിനിമ ഇത്രത്തോളം സ്വീകാര്യത നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞാൻ ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിങ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മളെ പോലത്തെ ചെറിയ പടങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഇതിന് മികച്ച വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഇവിടെ ICFKയിൽ വരിക, പടം ഒന്ന് പ്രദർശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ സെലക്ട് ആയി എന്നുള്ളത് അതിന് സന്തോഷം വേറെയാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ആ ഒരു ഇതിനെ ഞാൻ കാണുന്നത്. ഈ കൈരളി തിയേറ്ററിൽ ആദ്യത്തെ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നിറഞ്ഞ കയ്യടിയായിരുന്നു അല്ലേ? ആ തിയേറ്ററിനുള്ളിൽ തന്നെ ഈ സിനിമ കണ്ട് ആരാണ് സംവിധായകൻ, ആരാണ് ഈ അഭിനേതാക്കൾ എന്നുള്ള ഒരു അതിശയമായിരുന്നു ഈ സിനിമാ പ്രേക്ഷകർക്ക് ഒക്കെ. അപ്പോൾ ഒരു ഫിലിം മേക്കർ എത്രത്തോളം സന്തോഷം തോന്നി? സന്തോഷമല്ല, ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി മാറ്റിയൊരു സമയങ്ങളുണ്ടായിരുന്നു. ആ സമയം ചെലവഴിച്ചതിൻ്റെ ഒക്കെ റിസൾട്ടാണ് എനിക്ക് ഇന്നലെ കൈരളി തിയേറ്ററിൽ ഞാൻ കിട്ടിയത്. ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ ചെയ്ത സാധനങ്ങൾ ഒക്കെ ആളുകൾ കൈയടിക്കുന്നു, അവർക്ക് ചിരി വരുന്നു. അവിടെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇമോഷൻസൊക്കെ ഫാത്തിമക്ക് വിഷമം, അവർക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് എത്തി എന്നുള്ളത് അറിയുമ്പോൾ അതിലുള്ള സന്തോഷം വേറെ തന്നെയാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമ മുന്നോട്ട് വെക്കുന്ന ഒരു തീമുണ്ട്. അതായത് അത് മലയാളികളുടെ ഒരു തീമായി തുടങ്ങി, പക്ഷേ അത് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റായിട്ട് അത് ഏറ്റെടുക്കുകയാണ് അല്ലേ? അതിൻ്റെ അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത്. ഇത് ബേസിക്കലി എനിക്ക് പറയുന്നത് സ്ത്രീകളുടെ ഇപ്പോഴും അങ്ങനത്തെ പോലെ ഒരുപാട് ഫാത്തിമമാർ ഉണ്ട്. എന്താണ് ലൈഫ് എന്താണ്, അങ്ങനെ ഒരു സ്ഥിരം റൊട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞാൻ ചില ആളെ കണ്ടിട്ടുണ്ട്, ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇവരെന്താ അങ്ങനെ ചെയ്യാത്തത്, അവരെന്താ അതിനൊന്നും പറയാത്തത്. അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്നാണ് ഫാത്തിമയുടെ തോട്ട് വന്നു തുടങ്ങിയത്. പിന്നെയാണ് ഇതിൻ്റെ ഈ തോട്ട് പറയുമ്പോൾ ഈ ഫാസിലിൻ്റെ പെങ്ങളുടെ ഒരു വാക്കിൽ നിന്നാണ് ആ സിനിമയിലേക്ക് എത്തിയത്. അതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീക്കുന്നത് എൻ്റെ താത്താൻ്റെ താത്താൻ്റെ മകനെ ചീത്ത പറയണം, ബെഡിൽ മൂത്രം വെച്ചിട്ട് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കുകയായിരുന്നു. ഇനി അതിൻ്റെ മണം പോകില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് എൻ്റെ വാട്സാപ്പിൽ നോട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഡയലോഗിന് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ കണ്ട കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു യാഥാസ്ഥിതിക സമൂഹത്തെ ഒരു ആക്ഷേപ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. കാരണം ഒരു ഒരു കലാകാരൻ്റെ ഒരു ദൗത്യം കൂടിയാണ് അതിലൂടെ ഫാസിൽ നിർവഹിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ചില സ്വീകാര്യത പോലെ തന്നെ എതിർപ്പുകളും സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എതിർപ്പുകൾ നമ്മൾ അതിനെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ചെയ്ത സീനുകളൊക്കെ ഷൂട്ട് ചെയ്യണത് എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ്.
അപ്പോൾ അവിടെ ഇതിൻ്റെ ആദ്യ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ ഇന്നെ ഷൂട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നു പോരും. അപ്പോൾ ഇവർ ഞാൻ ഈ ഡയലോഗ് ഞാൻ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരൊരു തിരിച്ചറിവ് ഇവരുണ്ടാവുള്ളൂ. ഈ നമ്മൾ ഇത്ര കാലം ചെയ്തത് മണ്ടത്തരാണല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു എതിർപ്പും ഇതിന് വരാൻ സാധ്യതയില്ല. കാരണം അതൊക്കെ തിരിച്ചറിവായിട്ട് അതിനെ കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം വിവാദങ്ങളിലോട്ടൊന്നും പോകില്ല, ഒരു തിരിച്ചറിവായിട്ടും മാറും എന്നുള്ള പ്രതീക്ഷയാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ വിശേഷങ്ങളുമായി സിനിമയിലെ ഫാത്തിമ ഷംല ഹംസയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷംല, ആദ്യം തന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോൾ അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണെന്ന് അറിയാം. അത്രത്തോളം സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഫെമിനിസ്റ്റ് ഫാത്തിമയെ ഏറ്റെടുത്തു കഴിഞ്ഞു. എത്രത്തോളം സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് വന്നപ്പോൾ എൻ്റെ മോള് 5 months ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 5 to 6 months. എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ എനിക്കിത് ഉപേക്ഷിക്കേണ്ടെന്ന് തന്നെയായിരുന്നു. കാരണം ഒരു മെസ്സേജ് അല്ലേ, നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. പിന്നെ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ടാവും ഇങ്ങനെ മീഡിയ ഫീൽഡിലൊക്കെ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തു. ഇപ്പം IFFK കാണുമ്പോൾ ഇതെങ്ങനെ ഞാൻ ആ സമയത്ത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് സങ്കടമായേനെ, ഒരുപാട് നഷ്ടവും സങ്കടവും ആയേനെ. അപ്പോൾ ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ് IFFKയിൽ. ആദ്യത്തെ സിനിമ 1001 നുണകൾ. 2ാമത്തെ സിനിമ IFFKയിൽ മത്സര ഇനത്തിൽ സെലക്ട് ആയതിൽ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം ഫുള്ളായിരുന്നു, ആളുകൾ ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഈ ഫാത്തിമ എവിടെ, ഫെമിനിസ്റ്റ് എവിടെ എന്നാണ് എല്ലാവരും ചോദിച്ചത്. സ്റ്റേജിൽ കയറിയപ്പോഴൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ. പറഞ്ഞോ, ഈ കുഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോഴും കുഞ്ഞു കൂടെ തന്നെ. അതെ, കുഞ്ഞു കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ടൊരു സന്തോഷം. ഇത് നോക്കിയേ, കിസ്മസ്. ഇത് നോക്കടാ, ഇത് നോക്കി. ഇത് ഹായ്. ഇപ്പോ ഈ നേരത്തെ ഫാസിൽ പറഞ്ഞു, പൊന്നാനിക്കാരുടെ ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ തുടങ്ങിയത്. എല്ലാവരും ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്. അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് 2 സിനിമയും ചെയ്തത്. 1001 നുണകളും ഇതും കല്യാണം കഴിഞ്ഞ ശേഷമാണ് ചെയ്തത്. ഓഫ് കോഴ്സ് പിന്നെ നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ചിലർ വിടില്ല. പക്ഷെ ആള് പറഞ്ഞത് എൻ്റെ പാഷൻ, അതെങ്ങനെയാണോ അതുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോഴല്ലേ നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന്. അതായത് ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ മുന്നോട്ട് വെക്കുന്ന ചില മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ ഉൾക്കൊണ്ട് അത് വീട്ടുകാരുടെ നാട്ടുകാരുടെയും സപ്പോർട്ടോട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും ഈ സിനിമയെ കുറിച്ച് കേട്ട നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. അതെ, നല്ല സപ്പോർട്ടായിരുന്നു. ഇത് പിന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മെസ്സേജാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഈ സിനിമ കണ്ടിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചത് ആൺകുട്ടികൾ, മധ്യവയസ്കര്, പിന്നെ പ്രായമായ സ്ത്രീ പുരുഷന്മാർ, അവരൊക്കെയാണ്. ചിലർ എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ വരെ പറഞ്ഞു. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു, 16 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു, പിന്നീട് ഞാൻ മാറിയതാണ്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പ്രായമുള്ളവരൊക്കെ വന്നിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു, മോളെ നന്നായിട്ടുണ്ട്, നല്ല മെസ്സേജാണ്, ഇനിയും ചെയ്യണം സിനിമകൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു എന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ 1001 നുണകൾ, ഫെമിനിസ്റ്റ് ഫാത്തിമ, ഇനിയും ഒരുപാട് സിനിമകൾ കേൾക്കാൻ പേരല്ലേ? എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളതിൽ ഉപരി നല്ല മെസ്സേജ് പാസ് ചെയ്യണം, നല്ല ആൾക്കാരുടെ മനസ്സിൽ ഇതുപോലെ തങ്ങി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം പോലെ ഈ ഫെമിനിസ്റ്റ് ഫാത്തിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത, അതിലുപരിയായിട്ടുള്ള സ്വീകാര്യത ഇനിയുള്ള സിനിമകളിൽ കിട്ടട്ടെ. ഒരുപാട് ആശംസ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ആ കുഞ്ഞുമാവയുടെ ശബ്ദം ശ്രദ്ധകളും പോയത്. ഓക്കെ, ഏതായാലും വളരെ നല്ല മെസ്സേജുള്ള ഒരുപാട് സിനിമകൾ കൂടി ഇത്തവണ IFFKയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ ദിനമാണ്. മലയാളി മറക്കുന്ന ചെറുധാന്യങ്ങളെ തീൻമേശകളിലേക്ക് തിരികെ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു കർഷകനുണ്ട് പത്തനംതിട്ടയിൽ. കവിയൂർ സ്വദേശി പ്രശാന്ത് ജഗന്റെ ചെറുധാന്യങ്ങളുടെ മാതൃക തോട്ടത്തിലേക്ക് പോയി വരാം. ലോകാരോഗ്യ സംഘടനയുടെ പഠനപ്രകാരം 2050 ലോകം നേരിടാൻ പോകുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ്. ഒന്ന്, ജലദൗർലഭ്യം.
2 പോഷകാഹാരക്കുറവും. പോഷകാഹാരക്കുറവിന് പരിഹാരമായി ചെറുധാന്യങ്ങളുടെ പ്രചാരണം ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചത് ഭാരതമാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ആ നിർദ്ദേശം ഭംഗിയായി നിർവഹിച്ചു വരികയാണ് കവിയൂർ സ്വദേശി പ്രശാന്ത് ജഗൻ എന്ന കർഷകൻ. വിവിധ ചെറുധാന്യങ്ങളുടെ തോട്ടം ഇദ്ദേഹം പരിപോഷിപ്പിച്ചു വരുന്നു. ഒപ്പം ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മളുടെ പഴമക്കാരുടെ 3 നേരത്തെയും ഭക്ഷണമായിരുന്ന ചാമ, തിന, പഞ്ഞപ്പുല്ല്, വരക്, കുതിരവാലി പോലെയുള്ള അല്ലെങ്കിൽ മണിച്ചോളം അല്ലെങ്കിൽ കമ്പ് എന്നറിയപ്പെടുന്ന ഈ ചെറുധാന്യങ്ങൾ ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. ഈ അന്യം നിന്ന് പോയ ചെറുധാന്യങ്ങളെ നമ്മുടെ തീന്മേശയിലേക്ക് കൃഷിയിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി അന്ന് എടുത്തു പറഞ്ഞ കാര്യം. കൃഷിക്ക് വളരെ കുറച്ചു മാത്രം ജലം ആവശ്യമുള്ളൂ എന്നതാണ് ചെറുധാന്യങ്ങളുടെ പ്രത്യേകത. ഭക്ഷണത്തിൽ നാരുകൾ, പോഷകങ്ങൾ എന്നിവ നിലനിർത്തി നമ്മുടെ മുൻ തലമുറ ഭക്ഷണ സംസ്കാരം പിന്തുടർന്നപ്പോൾ പുതുതലമുറയ്ക്ക് ഇവ അന്യമായി. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ എല്ലാ ചെറുധാന്യങ്ങളും ഈ തോട്ടത്തിലുണ്ട്. ഇങ്ങനെ പോഷകങ്ങളുടെ കലവറയായി മാറുകയാണ് ഇവിടെ. തന്റെ ഈ ഉദ്യമം കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകുമെന്ന വിശ്വാസത്തിലാണ് ഈ കർഷകൻ. ജനം, പത്തനംതിട്ട. പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ എത്തിച്ചു. 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകും. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എത്ര സമയം വരെയാണ് ഈ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ഉണ്ടാവുക? 12 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനവുമായി ബന്ധപ്പെട്ട സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8:15 കൂടിയാണ് അതാത് വീടുകളിൽ നിന്ന് ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചത്. പള്ളിക്ക് സമീപമുള്ള പള്ളി ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വെച്ചിട്ടുള്ളത്. മല്ലശ്ശേരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ അവിടെ പൊതുദർശനത്തിനായി എത്തിച്ചു കഴിഞ്ഞു. വൈദികരും അതുപോലെ തന്നെ പള്ളി അധികൃതരുമെല്ലാം ഇപ്പോൾ അത്തരം കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇവരുടെ ഭൗതിക ദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ പുറത്ത് അതിന്റെ ക്യൂ റോഡിലേക്കും നീണ്ടു നിൽക്കുകയാണ്. നമുക്കറിയാം, വലിയ ആഘാതമാണ് ഇവരുടെ ഒരു വിയോഗം, ആകസ്മികമായിട്ടുള്ള ഒരു വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിയോഗത്തിൽ താങ്ങാനാവാത്ത ദുഃഖമാണ് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ഈ പൊതുദർശനം 12 മണിയോടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടക്കുക. സംസ്കാര ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ ആഭിമുഖ്യത്തിലായിരിക്കും നടക്കുക. 12 മണി വരെ പൊതുദർശനം നടക്കുകയും അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി സെമിത്തേരിയിലേക്ക് കടക്കുകയും ശുശ്രൂഷകൾ പള്ളിയിൽ വെച്ച് നടക്കുകയും ചെയ്യും. അതിനുശേഷമാണ് സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്ന ചടങ്ങുകൾ നടക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്ക് തന്നെയാണ് ഈ പള്ളി അങ്കണം ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. അവരെ അടുത്തറിയാവുന്ന ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ബാഷ്പാഞ്ജലികളുമായാണ് ഈ ക്യൂവിലെല്ലാം തന്നെ പൊതുദർശനത്തിന് വേണ്ടി നിരന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആഘാതം ഇവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ളതാണ്. കാരണം നവംബർ 30-ന് ഇവരുടെ വിവാഹം കഴിഞ്ഞ ആ സമയത്ത് വളരെ ആഘോഷപൂർവ്വം തന്നെയായിരുന്നു ഈ നാട്ടുകാർ അതിൽ പങ്കെടുത്തത്. അന്ന് വളരെ സന്തോഷത്തോടെയും പുഞ്ചിരിയോടും കൂടി ഈ ചടങ്ങുകൾ നടത്തിയിരുന്ന അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ ഓടി ആ തിരക്കുകളിലെല്ലാം അമർന്നിരുന്ന നവദമ്പതികളുടെ പിതാക്കന്മാരായിട്ടുള്ള മത്തായി ഈപ്പനും ബിജു പി ജോർജും ഈ സമൂഹത്തിൽ വളരെയേറെ ഇടപെടലുകൾ നടത്തുകയും പൊതുജനങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമായിരുന്നു. അത്തരത്തിൽ ആണ് അവരെ ഈ നാട്ടുകാർക്ക് അറിയാവുന്നത്. എല്ലാ വിധത്തിലുള്ള പരിപാടികളിലും പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികളിലും എല്ലാം തന്നെ സജീവമായി തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. ഒരേ ഇടഭാഗങ്ങളായിരുന്നു. ഒപ്പം തന്നെ ഈ നവദമ്പതികളായിട്ടുള്ള ഇതിലേക്കുള്ള അതുപോലെ തന്നെ മായി തന്നെ വളരെ രീതിയിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ഉയർന്ന അംഗങ്ങളായിരുന്നു. അത്തരത്തിൽ അവരുടെ പ്രണയവുമെല്ലാം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് അവർ നവംബർ 30-ാം തീയതി വിവാഹത്തിലാവുകയും പക്ഷേ 15 ദിവസം മാത്രമേ അവരുടെ ദാമ്പത്യം സാധിച്ചു. അതിനു മുമ്പേ അവരെ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നത്.
ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഈ മല്ലശ്ശേരി ഗ്രാമം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അടുത്തറിയാവുന്നവരും അതുപോലെ തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞെല്ലാം ആദ്യഘട്ടത്തിൽ അവർക്ക് മൃതദേഹങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല എന്ന്. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇത്തരത്തിൽ ബന്ധുക്കൾ, വിദേശത്തുള്ള ബന്ധുക്കൾക്ക് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ എത്തുന്നതിന് വേണ്ടി മോർച്ചറിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇന്നാണ് മൃതദേഹം പുറത്തെടുക്കുന്നതും മറ്റുള്ളവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെല്ലാം ഇന്ന് ഇവർക്ക് ഈ നാടിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന, നാടിന്റെ മക്കളായിരുന്ന ഇവരെ 4 പേരെയും ഇത്തരത്തിൽ അന്ത്യയാത്രയ്ക്ക് അവർക്ക് അന്ത്യയാത്ര ചൊല്ലുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഈ പള്ളിമുറ്റത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 4 പേരുടെയും ഭൗതികദേഹങ്ങൾ പള്ളിയിൽ എത്തിച്ച് പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി മിഥുൻ. 4 പേരുടെയും പൊതുദർശനം ഒരുമിച്ച് പള്ളി ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. 12 മണിയോടുകൂടിയാണ് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ ഇവരുടെ സംസ്കാരം നടക്കുക. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക്. ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കുറിച്ച് അന്വേഷിക്കും. അവധിയിലുള്ള അധ്യാപകർ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതായി നിഗമനം. യൂട്യൂബ് ചാനലിനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ മൊഴിയെടുത്തു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നമുക്കറിയാം ഈ സർക്കാർ സ്കൂളുകളിൽ ഉള്ള അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം നിഗമനങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. മറ്റ് വിശദാംശങ്ങളും കൂടി. അതായത് ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ ആരോപണ വിധേയരായിട്ടുള്ള MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിൽ ക്ലാസുകൾക്ക് തയ്യാറാക്കാനായി മറ്റ് സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ വന്നിട്ടുണ്ടായിരുന്നു. ഈ അധ്യാപകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റ് സ്കൂളിലെ സർക്കാർ സ്കൂളിലെ അധ്യാപകരടക്കം ഇവരുമായി സഹകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ തന്നെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, നേരത്തെ ഈ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഈ MS സൊല്യൂഷനെതിരെ ചിലർ പരാതി നൽകിയിരുന്നു. അന്ന് പരാതി നൽകിയവരിലേക്ക് കൂടിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. നേരത്തെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 അധ്യാപകരുടെ മൊഴിയാണ് ഈ നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ MS സൊല്യൂഷനുമായി സഹകരിച്ചു എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഓക്കെ, ശരി അനഘ. വയനാട്ടിലെ വനവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 2 പേരെ കൂടി പിടികൂടി. നബീൽ, വിഷ്ണു എന്നിവരെയാണ് കോഴിക്കോട് നിന്ന് പിടികൂടിയത്. ഇതോടെ അക്രമി സംഘത്തിലെ എല്ലാവരും പിടിയിലായി. അർജുൻ PS വിവരങ്ങൾ നൽകും. അർജുൻ, നേരത്തെ തന്നെ കുറച്ച് പേർ പിടിയിലായിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ഇതിപ്പോൾ ഇവർ 2 പേർ കൂടി പിടിയിലാകുന്നതോടെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും പിടിയിലായി എന്നാണ് അറിയുന്നത്. വലിയ അതിക്രമമാണ് വനവാസി യുവാവിനോട് കാണിച്ചത്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് തർക്കങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു കാടത്തം അവിടെ നടന്നത്. ഏതായാലും 2 പേരെ കൂടി, നബീൽ, വിഷ്ണു, ഇവർ 2 പേരായിരുന്നു ഒളിവിലുണ്ടായിരുന്നത്. അവർ 2 പേരെ കൂടി പിടികൂടാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അക്രമിസംഘത്തിലെ എല്ലാവരും പിടിയിലായിരുന്നു. ആ ദൃശ്യങ്ങൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. അർജുൻ PS വിവരങ്ങൾ നൽകും. അർജുൻ, എപ്പോഴാണ് ഈ 2 പേർ കൂടി പിടിയിലായത്? ഇതുവരെ പിടികൂടിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹർഷിദ്, അഭിരാം എന്നിവരെ കൂടി കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ 2 പേരെ, ഹർഷിദ്, അഭിരാം എന്നിവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 22 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഇന്ന് രാവിലെ ഇന്നലെ പിടികൂടിയ നബീലിനെയും വിഷ്ണുവിനെയും കോടതി ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജില്ലയിലാകെ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് കേരള സർക്കാരിന്റെ കീഴിൽ, ഇപ്പോഴത്തെ സർക്കാരിന്റെ കീഴിൽ വനവാസി വിഭാഗം യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അവർക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പാർട്ടികളൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉയർത്തി കാണിക്കുന്നത്. അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. വനവാസി യുവതിയെ ആംബുലൻസ് ഇല്ലാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വായിക്കുമ്പോൾ ഈ ഒരു കേരളത്തിൽ വനവാസികൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല, അവരെ സംരക്ഷിക്കാൻ സർക്കാർ ആകുന്നില്ല എന്നുള്ള
ഒരു പ്രധാന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികളാകെ ഉയർത്തുന്നത്. എന്തിനാ തന്നെ വലിയ രീതിയിൽ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഈ വനവാസി യുവാവിനെ വലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഈ 4 പേർ ഈ ഒരു പ്രദേശത്ത് എത്തുകയും ഈ ഡാം കാണുവാൻ എത്തുകയും തുടർന്ന് മറ്റുള്ള ഒരു സംഘവുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ആ നാട്ടുകാരും ഈ വനവാസി യുവാവും അവിടെ എത്തുകയും ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ വനവാസി യുവാവിന്റെ കൈ പിടിച്ചുകൊണ്ട് കാറിൽ വലിച്ചു കൊണ്ടുപോകുന്ന ടാറിട്ട റോഡിലൂടെ 1/2 കിലോമീറ്ററിലധികം വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. വലിയ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയൊരു ക്രൂരത തന്നെയാണ് ഇതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. തുടർന്ന് ഇദ്ദേഹത്തിന്റെ കൈക്കും കാലിനും അതുപോലെ തന്നെ ദേഹത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള പോറലുണ്ടാവുകയും സാരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അതായത് കൈവിരലിനും ഒരു വിരല് പിടിച്ച് അവർ വലിച്ചുകൊണ്ട് പോയുന്നത് ആ ഒരു വിരല് ഈ ഒരു കാറിന്റെ ഇടയിൽ കുടുങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിരലിനൊക്കെ വലിയ സാരമായ പരിക്കേറ്റിട്ടുണ്ട്, ഇടുപ്പിന് പരിക്കേറ്റിട്ടുണ്ട്, കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള സമാധാനമില്ലാത്ത ഒരു ക്രൂരതയാണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ വധശിക്ഷ അടക്കമുള്ള കേസുകൾ ഉൾപ്പെടുത്തിയത്. അത്തരത്തിലുള്ള കേസുകൾ അടക്കം ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെയും ഈ 2 പേരെ ഈ നബീൽ, വിഷ്ണു എന്നിവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. കോടതി തുടങ്ങുമ്പോൾ തന്നെ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CIC-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് സമസ്ത മുഷാവറയുടെ തീരുമാനം തള്ളി പാണക്കാട് സാദിഖലി തങ്ങൾ രംഗത്ത് വന്നതോടെ സമസ്ത സാദിഖലി തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമാവുകയാണ്. CIC-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും മുഷാവറ അംഗങ്ങൾ താരതമ്യം ചെയ്തത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അനുരഞ്ജന ചർച്ച നടക്കുന്നതിനിടയിൽ മുഷാവറ അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് CIC-ക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ സാദിഖലി തങ്ങൾ കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് അറിവ്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, സമസ്തയിലെ പൊട്ടിത്തെറി രൂക്ഷമാണോ? നിലവിലത്തെ സാഹചര്യം എന്താണ്? സമസ്തയിൽ കാലങ്ങളായി തുടരുന്ന അഭിപ്രായ ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അത് മറ്റു തലങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CIC-യെ കൂടെ നിർത്തുന്ന ഒരു സമീപനം സാദിഖലി തങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം CIC-യുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ 4 മുഷാവറ അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങൾ പ്രതികരണം നടത്തിയത്. CIC-യുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിട്ട് അനുരഞ്ജന നീക്കങ്ങൾ നടക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി തങ്ങളും താനും ഉൾപ്പെടെയുള്ള സംഘമാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ അനുനയ ചർച്ചയുമായി മുന്നോട്ടേക്ക് പോകുന്നത്. ഇനിയും സമവായത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് തൊട്ട് 2 ദിവസം മുമ്പ്, അതായത് 16-ാം തീയതി 4 മുഷാവറ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ മുഷാവറ അംഗങ്ങളുടെയും അഭിപ്രായം തീരുമാനം എന്ന രീതിയിലായിരുന്നു. CIC-യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു എന്ന രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുകയും പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും തീർത്തും വിഭിന്നമായ രീതിയിൽ CIC-യുമായി ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല, ബന്ധം തുടരാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്, അതിനുള്ള നീക്കങ്ങൾ, നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന പ്രതികരണവുമായി സാദിഖലി തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഷാവറയ്ക്കകത്തുള്ള ലീഗ് വിരുദ്ധർക്ക് എതിരെയാണ് ഈ സാദിഖലി തങ്ങളുടെ മറുപടി എന്നാണ്. അല്ലെങ്കിൽ സാദിഖലി തങ്ങൾക്കെതിരെയുള്ള നേരെയുള്ള അറ്റാക്കിലേക്ക് പുതിയൊരു മാനം വരികയാണ് ഈ മുഷാവറ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനം. അതിന് സാദിഖലി തങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മുഷാവറ യോഗത്തിൽ ഇത് ലീഗ് അനുകൂലികൾ എടുത്തു കാണിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. CIC-യെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് അദൃശ്ശേരിക്കെതിരെയുള്ള നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദൃശ്ശേരിയുമായിട്ട് ബന്ധമില്ല എന്ന് മുഷാവറ അംഗങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലീഗ് നേതാക്കളെ, CIC-ക്ക് പിന്തുണ കൊടുക്കുന്ന ലീഗ് നേതാക്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ചില മുഷാവറ അംഗങ്ങൾ നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും ലീഗിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എന്നാണ് സാദിഖലി തങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഷാവറ അംഗങ്ങളുടെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് സാദിഖലി തങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ് സാദിഖലി തങ്ങൾ. അതുപോലെ തന്നെ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ തള്ളിപ്പറഞ്ഞ CIC-യുടെ പ്രസിഡന്റും സാദിഖലി തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സാദിഖലി തങ്ങൾക്കായിരിക്കും ഈ സമസ്ത CIC വിഷയത്തിലെ ഭിന്നത ഏറ്റവും കൂടുതൽ രൂക്ഷമാവുക. ഒരേ സമയം SYS-ന്റെയും CIC-യുടെയും പരിപാടിയിൽ ഒരുപോലെ പങ്കെടുക്കേണ്ടി വരുമ്പോൾ
അത് തീർച്ചയായിട്ടും സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള മുഷാവറ അംഗങ്ങൾക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള അണികളും എടുത്തു കാണിക്കാനും അത് ചർച്ച ചെയ്യാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സമസ്ത തള്ളിപ്പറഞ്ഞ CIC-യുമായി സാദിഖ് അലി തങ്ങൾ സഹകരിക്കുന്ന അംഗീകരിക്കാനാവില്ല എന്ന രീതിയിൽ വിമർശനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് CIC-യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതിനുള്ള നടപടി അല്ലെങ്കിൽ ആ അനുരഞ്ജന നീക്കങ്ങൾക്ക് ചുമതലപ്പെടുത്തിയത് താനും കുഞ്ഞാലിക്കുട്ടി സാഹിബും അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ശരി. ഇനി ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആദ്യ നടപടി കൃഷിവകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലുള്ള 6 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകുന്നു. പ്രജിത്ത്, എന്താണ് നടപടി? ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ആദ്യ പ്രധാനപ്പെട്ട നടപടി, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ അർഹതയില്ലാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയതിൽ ആദ്യത്തെ നടപടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. കൃഷി വകുപ്പിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കൃഷി വകുപ്പിലെ 6 ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. അതിൽ പാർട്ട് ടൈം സ്വീപ്പർമാർ മുതൽ വർക്ക് ഓഫീസർമാർ വരെയുള്ള 6 പേർക്കാണ് നിയമനം ഈ പറയുന്ന രീതിയിൽ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇതിൽ 5 പേരും സ്ത്രീകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൃഷിവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചതെന്നുള്ളതാണ് കൃഷിവകുപ്പ് വൃത്തങ്ങൾ ലഭ്യമാക്കുന്ന വിവരം. ഈ കൈപ്പറ്റിയ പണം അത് നേരത്തെ സർക്കാർ ഉത്തരവ് പോലെയുള്ള 18% പിഴപ്പലിശയോടുകൂടി തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നടപടി നേരിട്ടവർക്ക് ഈ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർമാർ വരെയുള്ളവരാണ്. അവർ എന്തായാലും ഈ മണ്ണ് സംരക്ഷണ വകുപ്പിൽ, കൃഷി വകുപ്പിലുള്ള മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ നടപടി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്പോൾ മറ്റ് വകുപ്പുകളിലും ഈ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയുണ്ട്. പക്ഷേ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ 1458 ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ രീതിയിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ബാക്കിയാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വീണ. ഓക്കെ, ശരി പ്രജിത്ത്. എന്തായാലും പുത്തൻ പുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.